നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ തന്നെ നമുക്ക് ഉറ്റു നോക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നു. അതെ കർത്താവേ, ദ റോയൽ ലോ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, ദ പെർഫെക്റ്റ് ലോ ഓഫ് ലിബർട്ടി, അതിലേക്ക് തന്നെ ഞങ്ങൾ ഉറ്റു നോക്കട്ടെ. ഞങ്ങൾക്ക് യേശുവിനെ കാണണം, അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെടണം. യേശു എങ്ങനെ ഈ ഭൂമിയിൽ എപ്പോഴും ആനന്ദ തൈലത്താല്, പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത നിറവിനാല് യേശു എങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടു, അതുപോലെ കർത്താവെ എന്നെയും അഭിഷേകം ചെയ്യുവാൻ പിതാവായ ദൈവത്തിന് കഴിയുമല്ലോ. അതാണ് ഞങ്ങൾ പാടിയത്, വാട്ട് is done for Jesus, he will do for me also. പിതാവിന് യേശുവിന് ചെയ്തത് എനിക്കും ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തില് ആത്മാവിന്റെ നിറവിനായിട്ടുള്ള, ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നിറവിനായിട്ടുള്ള ഒരു ദാഹവും വാഞ്ചയും വിശപ്പും കർത്താവെ ഞങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെറുതെ കുറച്ച് തിയറി ആയിട്ട് എന്തെങ്കിലും തിയോളജിക്കൽ എക്സ്പോസിഷൻ ആയിട്ട് ദൈവശാസ്ത്രപരമായ ചില കാര്യങ്ങൾ അറിയുവാനല്ല, അറിവിന്റെ തലത്തില് ചെറുപ്പിക്കുന്ന ഒരു അറിവല്ല നിങ്ങൾക്ക് വേണ്ടത് കർത്താവെ. മറിച്ച് ഞങ്ങളുടെ സ്വന്തം ഹിതത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ച് അവിടുത്തെ ആത്മാവിന്റെ അളവിലാത്ത നിറവാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ യാഥാർത്ഥ്യമാണ്, അനുഭവമാണ് കർത്താവിൽ വേണ്ടത്. We want the experience of the fullness of the Holy Spirit, the continual fullness of the Holy Spirit, Lord. കർത്താവെ, ഞങ്ങളുടെ സഭയുടെ ആവശ്യത്തെ അറിഞ്ഞ് അവിടുന്ന് സ്വർഗത്തിന്റെ ആ തടാകം ഞങ്ങളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സ്തുതിക്കുന്നുമില്ല. യേശുവിന്റെ മാതിരിയുള്ള നാമത്തിൽ ആമേൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? പിതാവിന്റെ കരുതൽ, പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ മാർവില ഊഷ്മളത, സ്വസ്ഥത, ഹെവൻലി ഡാഡ്, പപ്പ, അബ്ബ, പിതാവി എന്ന് വിളിക്കുന്ന കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ പിന്നെ എപ്പോഴും യേശു മണവാളനോടുള്ള ആദ്യ സ്നേഹത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മള് രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മൾ സംസാരിച്ചായിരുന്നു. പിന്നെ യേശുവിനോടുള്ള ആദ്യ സ്നേഹത്തെ കുറിച്ച്, നിർമ്മലമായ ഏകാഗ്രമായ ഭക്തിയെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ആരെ കുറിച്ചാണ് പറയണ്ടേ? പിതാവിനെ കുറിച്ചും പറഞ്ഞു, യേശുവിനെ കുറിച്ചും പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നമ്മളെപ്പോഴും എല്ലാ മീറ്റിങ്ങുകളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വേണ്ടവണ്ണം പറയാറുണ്ടോ? വേണ്ടവണ്ണം അത് നമുക്ക് അനുഭവമായിട്ട് ആയിത്തീർന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതിന് വേറെ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കോളത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വചനമൊക്കെ നോക്കി നമ്മൾ വളരെ ശാന്തശീലരായിട്ടൊക്കെ ഇരിക്കാം എന്നാണ്. അങ്ങനെയുള്ള തിരുതാട്ടം നമുക്ക് ആർക്കും ഇല്ലെന്നാണ് എന്റെ വിചാരം. എന്നുവെച്ചാല് യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ കുറിച്ച്, യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ദേഹിയുടെ തലത്തിലുള്ള വൈകാരിക ഇളക്കപ്പെരുപ്പത്തിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ വചനങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 37-ാമത്തെ വാക്യം, അവിടെ ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസത്തിലെ കർത്താവ് വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഇന്നും യേശു കർത്താവ് നമ്മളുടെ മധ്യത്തിലുണ്ടെങ്കിൽ കർത്താവും വിൽ ക്രൈ ഔട്ട് ലൗഡ്ലി, കർത്താവ് ഉറക്കെ, കർത്താവിന്റെ ശബ്ദം അങ്ങനെ തെരുവീഥികൾ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ യേശയ്യാവ് 42 വായിക്കുന്നത്. അത് തന്നെ മത്തായി 15 കോട്ട് ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതുപോലെ കർത്താവിന്റെ ഹൃദയഭാരത്തോടെ ക്രൈ ഔട്ട് ചെയ്ത് പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, അന്ന് ഫീസ്റ്റ് ഓഫ് ബൂത്ത്സ് അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾസ് അല്ലെങ്കിൽ കൂടാര പെരുന്നാള് നടക്കുന്ന സമയമാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിലെ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ, ആ കൂടാര പെരുന്നാള് അന്ന് യെരുശലേമില് അന്ന് യഹൂദന്മാരെല്ലാം കൂടി വരുന്നൊരു പതിവുണ്ടായിരുന്നു. കൂടാര പെരുന്നാളിനെ കുറിച്ചൊക്കെ നമ്മൾ ലേവ്യ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് കൂടാര പെരുന്നാളൊക്കെ ആഘോഷിക്കാനായിട്ട് യെരുശലേമില് വരുന്ന സമയത്ത് യേശുവിന്റെ സഹോദരന്മാരോട് ഒന്നിച്ചല്ല കർത്താവ് പോയത്. കർത്താവ് പിതാവിന്റെ ടൈമില് കർത്താവ് അങ്ങ് യെരുശലേമിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ആ ഉത്സവത്തിന്റെ ഒരു ഒടുക്കത്തെ നാളായി
ലാസ്റ്റ് ദിവസമായി, എല്ലാവരും ഇനി പിരിഞ്ഞു പോകാൻ പോവുകയാണ്. അപ്പോ യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, കർത്താവ് പലയിടത്തും കർത്താവ് ഇരുന്നു കൊണ്ട് വചനം സംസാരിച്ചെന്നുള്ള കാര്യമൊക്കെ സാഗ്ബറിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈവൻ ഗിരിപ്രഭാഷണം കർത്താവ് അവിടെ മലമുകളിൽ പോയി ഇരുന്നു. കർത്താവ് ഗിരിപ്രഭാഷണത്തിലും വേറെ പല പല അവസരങ്ങളിലും ഒക്കെ കർത്താവ് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ യേശു നിന്നുകൊണ്ട്, കർത്താവ് നിന്നുകൊണ്ട് കർത്താവ് പുരുഷാരത്തോട് സംസാരിച്ചപ്പോൾ നിന്നുകൊണ്ട് സംസാരിച്ചതായിട്ടും ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ ഇരുന്നുകൊണ്ട് സംസാരിച്ചതായിട്ടും ഒക്കെ നമ്മൾ സാഗ്ബറിലൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളില് നിന്നുകൊണ്ട് ജീസസ് ടു ആൻഡ് ക്രൈഡ് ഔട്ട്. കർത്താവ് അത് വിളിച്ചു പറഞ്ഞു എന്ന 38-ാമത്തെ വാക്യത്തിന് അവസാനം ഇന്ന് വിളിച്ചു പറഞ്ഞു, ക്രൈഡ് ഔട്ട്. കർത്താവ് ഇങ്ങനെ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണേ എന്ന് അതൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു മന്ദിച്ച് പറയുകയല്ല ചെയ്ത്, കുറച്ച് ആ ഒരു വലിയ ഉദ്ഘോഷത്തോടെ കർത്താവ് വലിയൊരു ആഹ്വാനമായിട്ട് പറയുവാണ്. യേശുവിന്റെ ആ ജീവിതവും കർത്താവിന്റെ വചനങ്ങളൊക്കെ പലതവണ കർത്താവ് അവിടെ വചനങ്ങളൊക്കെ പ്രഘോഷിച്ച് കാണും. അപ്പൊ ആൾക്കാരിലെല്ലാം ഇതുപോലൊരു ജീവിതം, ഇതുപോലൊരു സ്വർഗത്തിന് അനുഭവം ഈ ഭൂമിയിൽ സാധ്യമാണോ, ഇതുപോലൊരു സ്വർഗരാജ്യം ഈ ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ എങ്ങനെ പിൻപറ്റാൻ പറ്റുമോ, അങ്ങനെ വലിയൊരു ദാഹം കേൾവിക്കാരനിലെ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ട് കർത്താവ് പറയുക, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇഫ് എനിവൺ ഇസ് തേഴ്സ്റ്റി ലെറ്റ് ഹിം കം ടു മീ ആൻഡ് ഡ്രിങ്ക്. ആ ഒരു ദാഹിക്കുന്നവൻ, ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ദാഹിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. പിന്നെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ആ ഒരു വിശ്വാസം, ഈ ദാഹവും വിശ്വാസവും എവിടുന്ന് കിട്ടും? അത് പരിശുദ്ധാത്മാവ് തന്നെ തരണം. പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നമുക്ക് ദാഹവും വിശ്വാസവും വേണം. എന്നാൽ നമ്മളുടെ സ്വയത്തിന് നമുക്ക് ഈ ദാഹവും വിശ്വാസമൊക്കെ ഒഴിവാക്കി, ഇനിയിപ്പോ ഞാനങ്ങ് ദാഹിക്കാൻ പോവുക, ഇനിയിപ്പോ ഞാനങ്ങ് വിശ്വസിച്ചേക്കാം എന്ന് പറഞ്ഞാല് ഈ ദാഹവും വിശ്വാസവും തരേണ്ടതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ നമ്മളുടെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലെ വ്യാപരിക്കുന്നു. ഇന്ന് നമ്മൾ വചനം കേൾക്കുമ്പോഴാവട്ടെ, ബാക്കി പല സമയങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളുടെ മേല് വ്യാപരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ, ഒരു പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിങ്ങിനെ നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കുകയാണെങ്കിൽ, ആ പ്രേരണയ്ക്ക് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് തന്നെ അവിടത്തേക്കായിട്ടുള്ള ഒരു ദാഹം, ഒരു കർത്താവേ, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ അധികമായിട്ടുള്ള ഒരു അനുഭവം, യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം നമ്മളിൽ എത്ര പേർക്ക് ആ ഒരു അഷുറൻസ്, ആ ഒരു ഉറപ്പ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് ആരോട് കൈപൊക്കാനോ കാലുപൊക്കാനോ ഒന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങളോട് തന്നെ ഓരോരുത്തരും, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ? അതോ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം, ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നു, പാടുന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവും അത് ഉണ്ടായിരിക്കുമായിരിക്കാം എന്ന് ഉള്ള ഒരു ഇറ്റ് മൈറ്റ് ബി, ക്യാൻ ബി. എനിക്ക് സൈബൂർ തന്നെ പറയുന്നത്, ഐ യു മാരീഡ് എന്ന് ചോദിക്കുമ്പോൾ, ഞാന് വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം എന്നാരെങ്കിലും പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നത്. വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലത്, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഉറപ്പ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ അതാണോ ഇതാണോ? നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട്, സഭയിലേക്ക് വന്നിട്ട് നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ്, കർത്താവേ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു ഉറപ്പ് കിട്ടിയവരും അതിൽ തന്നെ ഒരു തൃപ്തിപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ചാല് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ തരുവാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ഈ യേശുവിനെ കുറിച്ച് ഇതേ യോഹന്നാന്റെ സുവിശേഷം 3:34 എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും നമ്മൾ ആ വാക്യം എടുക്കാറില്ലെന്നേ ഉള്ളൂ. അവിടെ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്താ? യേശുവിനെ കുറിച്ച് യോഹന്നാൻ 3:34 യോഹന്നാൻ സ്നാപകൻ പറയുക, For he whom God has sent speaks the words of God, for he gives the Spirit without measure. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന ഒരു ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ഇല്ലേ, യോഹന്നാൻ 3:34 ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലയോ കൊടുക്കുന്നത്. അപ്പോൾ ആ യേശുവിന്
പിതാവ് ആത്മാവിനെ അളവ് കൂടാതെ കൊടുത്തുകൊണ്ടേയിരുന്നു. പിതാവിന്റെ വചനം സംസാരിക്കാനായിട്ടും പിതാവ് പിതാവിന്റെ ആ ജീവൻ വെളിപ്പെടുത്താനായിട്ടും അളവ് കൂടാതെയുള്ള ഒരു ആത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തില് അതുപോലൊരു അനുഭവം, അളവ് കൂടാതെ ഒരു നിറവ്. അളവ് കൂടാതെ ഒരു നിറവിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. യേശു ചെയ്തതുപോലെ അളവ് കൂടാതെയുള്ള സമർപ്പണം, അളവ് കൂടാതെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട് അളവ് കൂടാതെയുള്ള ഒരു സമർപ്പണം, അളവ് കൂടാതെയുള്ള ഒരു നിറവ്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് ഗോളങ്ങളിലൊക്കെ അവരിങ്ങനെ ഈ കീബോർഡും ട്രംപറ്റും ഒക്കെ വെച്ച് ഇങ്ങനെ 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 പാടി അവസാനം ഇങ്ങനെ ഒരു ഇത് ബീറ്റോ ഏതാന്ന് വെച്ചാൽ അതിങ്ങനെ ഇടും. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടെ അതിന്റെ കൂടെ തന്നെ ഏതാണ്ടൊക്കെ അവർക്ക് വായി തരുന്നതൊക്കെ പാടും, പറയും. അപ്പൊ അതിങ്ങനെ അവര് എഴുന്നേറ്റ് നിൽക്കുവാണെങ്കിൽ അവരിങ്ങനെ സ്പ്രിങ് മാതിരി തുള്ളും, ചിലരിങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു എന്തോ ഒരു ഇമോഷണൽ ആത്മാവ് വന്നു, അയ്യോ ശക്തി ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, എല്ലാരും കൂടെ ഇതെല്ലാം പുൾപ്പറ്റും എല്ലാം കൂടെ മറിച്ചിട്ട് വലിയ കോലാഹലവും കാര്യങ്ങളും ഒക്കെ. ഞാനിത് എന്തിനാ പറയുന്നത് വെച്ചാല് അത് ഇനോ പരിഹസിക്കുകയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താണ് പറയുന്നേ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തില് അവിടെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ പരിഹസിച്ചതായിട്ട് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്രിസ്ത്യ ജീവിതത്തിലെ കൊള്ളരുതായ്മകള് നമ്മൾ പരിഹസിക്കുകയും തുറന്നു കാട്ടുകയും തന്നെ ചെയ്യണം. അത് പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ പരിഹസിക്കുക തന്നെ വേണം. അപ്പോ അത് പരിശുദ്ധാത്മാവിന്റെ പേരില് ഒത്തിരി തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളെന്ന് പറഞ്ഞാല് ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവ്, ദേഹി, ദേഹം എന്ന് പറയുമ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാല് നമ്മളുടെ നമ്മളുടെ ആ ബീയിങ്ങിന്റെ നമ്മളായിരിക്കുന്നതിന്റെ ഏറ്റവും ഉള്ളിലുള്ള ദൈവോന്മുഖമായ ദൈവത്തോടെ കണക്ഷൻ സാധിക്കുന്ന ആ ഭാഗമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ. എന്നാൽ അതിനു ചുറ്റും അതിന് വെളിയിലായിട്ട് ആത്മാവിനോട് ചേർന്ന് തന്നെ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ദേഹിയുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മുടെ ശരീരം നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ശരീരം, നമ്മുടെ അനാറ്റമിക്കൽ ബോഡി. പിന്നെ നമ്മളുടെ തലച്ചോറിന്റെ ഫങ്ഷൻസ് ഉണ്ട്, നമ്മളുടെ ചിന്തകള്, നമ്മളുടെ വികാരങ്ങള്, നമ്മളുടെ തീരുമാനങ്ങൾ. മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് അത് പറയുന്നത്. ചിന്തകള്, വികാരങ്ങൾ, തീരുമാനങ്ങൾ അടങ്ങുന്ന നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മളെ വ്യക്തിത്വം ഒക്കെ ആകുന്ന ആ ഒരു ദേഹി പ്രാണൻ. പിന്നെ അതിനും അതീതമായിട്ടുള്ളതാണ് ആത്മാവ്. ആ ആത്മാവിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ ജീവൻ വരുന്നത്. ഇന്ന് ക്രിസ്തീയ കുലത്തിൽ തെറ്റിപ്പോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ നിന്ന് അവര് ദേഹത്തിലൂടെ എന്ന് വെച്ചാൽ അവര് കൈകൊട്ടവും പിന്നെന്താ ട്രംപറ്റ്, അത് കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ വലിയ ഗാംഭീര്യം, ട്രംപറ്റ് അടിക്കുന്നു, അത് ഇങ്ങനെ ട്രംപറ്റോ ഡ്രംസോ ഏതാന്ന് വെച്ചാൽ അതിങ്ങനെ അടിച്ചൊരു ശബ്ദം ഉണ്ടാക്കുന്നു, കീബോർഡ് അങ്ങനെ 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 ഒരു ഉള്ളൊരു ഇങ്ങനെ ഓരോ പാട്ട് ഇങ്ങനെ പ്രത്യേക രീതിയിലൊക്കെ അവർക്ക് ആക്കാനൊക്കെ ഉള്ള കഴിവുണ്ടല്ലോ. ഇങ്ങനെ നമ്മളൊക്കെ സാധാരണ പാടുന്ന പാട്ട് അവർ ഏതാണ്ട് രീതിയിലൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ദേഹത്തിലൂടെ കേൾക്കുന്നതിലൂടെ പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ തുള്ളിച്ചാടുന്നതൊക്കെ കാണുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ കാരണം ആ ദേഹത്തിലൂടെ ദേഹിയിലുള്ള വികാരത്തിന്റെ ഒരു ഉണർവ്. ഇപ്പം ഈ ഭക്തി പാരവശ്യം, ഭക്തിപരവശരായിട്ട് ഈ എന്താണ് പറയുന്നത്, ഈ സാമുദായിക ക്രിസ്ത്യാനികൾ കുർബാന സ്വീകരിക്കുമ്പോൾ ആ കുർബാന എന്ന് സ്വീകരിച്ചപ്പോൾ കിട്ടിയ ഒരു നിർവൃതി എന്നൊക്കെ പറയുന്നത് അത് ദേഹിക തലത്തിലുള്ള ഒരു എന്തോ ഇങ്ങനെ കുന്തിരിക്കത്തിന് മണം, അവിടെയുള്ള മണിയടികള്, പിന്നെ എന്താ ആ അപ്പം വാങ്ങി വെക്കുന്നു, മുട്ടുകുത്തി നിന്ന് അത് വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ദേഹിയിലുള്ള ചില കാര്യങ്ങൾ. അതും ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്കും അവരുടേതായ ആരാധനാലയങ്ങൾ. ഞാൻ ഒരു ഹൈന്ദവനായിരുന്നതുകൊണ്ട് ആ ഒരു ഹൈന്ദവ ദേവാലയങ്ങളിലൊക്കെയും അങ്ങനെയുള്ള ഒരു മണിയടിയും ധൂപവും കർപ്പൂരവും കാര്യങ്ങളൊക്കെ, വിളക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം മാതിരി തോന്നി. അതൊക്കെ ഒരു ദേഹത്തിലൂടെ, അതായത് കണ്ണുകളിലൂടെയും ചെവികളിലൂടെയും നമ്മളുടെ സ്മെല്ല്, സുഗന്ധം, സ്മെല്ല്, ടച്ച്, പ്രസാദവും എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദേഹത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ ഉദ്ദീപിപ്പിച്ച് ദേഹിയിൽ ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കുന്ന ഒരു ചിലരുടെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചോ ഇങ്ങനെ അടിച്ച്, നമ്മളിവിടെ ഉറങ്ങുന്നവരെ എഴുന്നേക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കേട്ടാറുണ്ട്. അല്ലാതെ പരിശുദ്ധാത്മാനെ വരുത്താൻ വേണ്ടി ഒന്നുമല്ല നമ്മൾ കൊട്ടുന്നത്. മറിച്ച് ആരെങ്കിലും ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഉണർത്താൻ വേണ്ടി നമ്മൾ കൊട്ടാറുണ്ടെന്നുള്ള കഴിച്ച് നമ്മളാരും ഇത് കിടന്ന് കൊട്ടുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണം. ഞാൻ പറഞ്ഞു വെച്ചാല് ഇത് എന്താ നമ്മൾ തിരിച്ചറിയണം, അത്തരമുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനവും ദേഹിയിലുള്ള ഈ ഒരു ദേഹിയിൽ ഞാൻ മുമ്പ് പറഞ്ഞ ശരീരമുണ്ട്, നമുക്ക് ദേഹിയുണ്ട്. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളും
ചിന്തകളും തീരുമാനങ്ങളും എല്ലാം അടങ്ങുന്ന കാര്യമാണ്. അപ്പൊ ഈ ദേഹിയിലുള്ള ഒരു ഈ മ്യൂസിക്കും ബാക്കി ട്രംപറ്റും ഡ്രംസും കാര്യങ്ങളും എല്ലാം കൂടെ പൊട്ടുമ്പോഴും ചിലരാണെങ്കിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന വെച്ചാൽ ദാവീദ് നൃത്തം ചെയ്തു അതുകൊണ്ട് നമുക്ക് നൃത്തം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിശ്വാസന നായകനും പൂർത്തിയായ ദാവീദിനെ നോക്കിയായിരിക്കും ഓടുന്നതെന്ന് തോന്നി ഇന്നത്തെ കാലത്തിലെ വിശ്വാസികൾ. എന്നാൽ നമ്മള് വിശ്വാസ നായകനും പൂർത്തിയായതിനെ യേശുവിനെ നോക്കി ഓടുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ദാവീദ് അങ്ങനെ നൃത്തം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇങ്ങനെ നൃത്തം ചെയ്യും. സാഗ്ബർ പണ്ട് പറഞ്ഞൊരു ടെസ്റ്റിമിന് പറയുന്നു, വേറെ എവിടെയോ ബ്രിട്ടനിലെ മറ്റേ എവിടെ കണ്ട് ഒരു സഭയിൽ പോയപ്പോ അതിനെ അവിടെ വചനം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അവരിങ്ങനെ പാട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ബ്രദർ മാത്രമേ ഡാൻസ് കളിക്കാതെ ഇവിടെ നിൽപ്പുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ബ്രദറിനോട് ആരോ പറഞ്ഞതാണോ എന്തോ, ബ്രദർ അതിനകത്ത് ആ പ്രസംഗത്തിൽ ബ്രദർ പറയുന്നുണ്ട്, അതായത് ഐ വാസ് ഓൺലി ഹു ഡിഡ് നോട്ട് സീക്ക് ദ ഓണർ ഓഫ് മാൻ. എന്നുവെച്ചാൽ മനുഷ്യന്മാരും തേടിയവരല്ല, അപ്പൊ എല്ലാവരും ഡാൻസ് ചെയ്തതുകൊണ്ട് ഞങ്ങളും ഡാൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരും കൂടെ ചുവട് വെക്കാൻ തുടങ്ങി. ഞാൻ മനുഷ്യന്മാരൊന്നും തേടാതെ അവരെന്ത് പറയുന്നത്, അപ്പൊ അവര് വിചാരിക്കുന്നത് ഓ മനുഷ്യന്മാരെ ഞങ്ങൾ തേടുന്നില്ല അതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ അവര് ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരും തേടാതിരിക്കുന്ന വെച്ചാൽ യുനോ ആ ഒരു രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ആരെയും വിധിച്ച് തള്ളാനല്ല, മറിച്ച് വിവേചിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കണം. നമ്മളുടെ ടോപ്പിക് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള നിറവിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പം വ്യാജമായിട്ടുള്ള കൗണ്ടർഫീറ്റ് ആയിട്ടുള്ള വ്യാജ നാണയങ്ങളെ നമ്മൾ തുറന്നു കാട്ടിയില്ലെങ്കിൽ, ഇപ്പൊ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് പോലെ മത്തായി 6 നമുക്കറിയാം എങ്ങനെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ട്രംപറ്റൊക്കെ വീശി ഊതിക്കൊണ്ട് പ്രാർത്ഥിക്കരുത്, രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യരുത് എന്ന്. അതല്ല നമ്മുടെ പരിശുദ്ധാത്മൻ നിറവ് എന്ന് പറയുമ്പോൾ ഈ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് ഗുണങ്ങളിലുള്ള ഒരു ഇളക്കപ്പെരുപ്പം, ഒരു മ്യൂസിക്കിലുള്ള ഒരു എന്തോ ഒരു ഭാവം മാതിരി അങ്ങനെയുള്ള ഒരു കാര്യമേ അല്ല നമ്മൾ പറയുന്നത്. മറിച്ച് അത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കരിസ്മാറ്റിക് പെന്തക്കോസ്ത് ഗോളങ്ങളുള്ള പരിശുദ്ധാത്മാവിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഈ ദേഹിയിലുള്ള അപ്പൊ ഇങ്ങനെ മ്യൂസിക്കും കാര്യങ്ങളും ഇങ്ങനെ ഡ്രംസും ബീറ്റും ഒക്കെ ഈ ചിലർക്ക് ഈ റോക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ ഒക്കെ അവരിങ്ങനെ ചാടാനും തുള്ളാനും ഒക്കെ ഇങ്ങനെ തുടങ്ങി, തലയൊക്കെ ഇങ്ങനെ ഏതാണ്ടൊക്കെ ആട്ടി ഇങ്ങനെയൊക്കെ തുള്ളി ഇങ്ങനെ ആയിട്ടുള്ള ഓരോ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെക്കുന്നത് പോലെ ഉള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള അതൊക്കെ ഈ ദേഹത്തിലൂടെ ഉള്ള ഒരു സ്റ്റിമുലേഷൻ, കാതിലൂടെയും കണ്ണിലൂടെയും പിന്നെ ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെയുള്ള ആ ഒരു സ്റ്റിമുലേഷൻ കാരണം പിന്നെ ചിലരാണെങ്കിൽ കുറച്ചുകൂടെ സ്പിരിറ്റും കൂടെ അടിച്ച് മദ്യം കൂടെ അടിച്ച് ചില ഏതോ ഒരു മീറ്റിങ്ങിലൊക്കെ ഇതുപോലെ ഒരാളിങ്ങനെ ഭയങ്കര ഭയങ്കര സോക്കോളുടെ ആരാധനയായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആര് പറഞ്ഞു പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു, ആൽക്കഹോളില്ല. അപ്പൊ പുള്ളി ആത്മാവിനെ ആരാധിക്കുന്ന ഏത് ആത്മാവായിരുന്നു എന്നുള്ള കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യാജമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും പണ്ട് ഞാൻ പരിഹാരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാസർഗോഡ് തന്നെ ഒരു ചേർച്ചില് അവര് വചനമൊക്കെ പറയാനായിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ കുറച്ച് ചർച്ചയായിരുന്നു. അപ്പൊ ആരാധന എന്ന് പറയുന്ന സംഭവം തുടങ്ങിയപ്പോഴത്തേക്കും സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരാളിങ്ങനെ തുള്ളി സഹോദരന്മാരുടെ ഭാഗത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വചനം പറയാവുന്ന സമയത്ത് ഞാൻ നല്ല ഡോസ് കൊടുത്തു. എന്താണ് പറഞ്ഞത്, ആത്മാവിന്റെ ഫലം ഇന്ദ്രിയ ജയമാണെന്നും ഇതൊക്കെ ആത്മാവിന്റെ ഫലം എന്തായാലും വ്യവസായിച്ചാലും പിന്നെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ശരിക്കും അടുത്ത് നമ്മളെ പച്ചയായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ അധികം പേര് വിളിക്കത്തില്ല, അങ്ങനെ ഒരു സൗകര്യം ഗുണമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ ചിലപ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് അനുഭവം തോന്നി ഇവര് കേട്ടിട്ടാണോ വിളിക്കുന്നത്, അതൊരു തെറ്റിദ്ധാരണ മൂലമാണോ വിളിക്കുന്നത് ഒക്കെ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ വൈകാരിക തലത്തിലുള്ള ഒരു ചാട്ടവും തുള്ളവും ഉഴുതുമറിയുന്നെന്നോ വീണ് സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ്, ഇത് അങ്ങനെയൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. വീണുമറിയും, ഇങ്ങനെ തള്ളി വീഴ്ത്തുന്നു, ഉന്തി വീഴ്ത്തുന്നു, ഊതി വീഴ്ത്തുന്നു, പിന്നെ പരിശുദ്ധാത്മാവിന്റെ കൊരയും ഛർദിയും ഇതൊക്കെയുള്ള അത് നമ്മൾ ഇവരെയും കളിയാക്കി പറയുന്നത്. പക്ഷെ ശരിക്കും ഇവര് പരിശുദ്ധാത്മാവിന്റെ കൊരയും ഛർദിയൊക്കെ ഉള്ള ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര അന്ധകാരം പിടിച്ച ഒരു ക്രിസ്തീയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വേറെ ചില കൂട്ടർ നമ്മുടെ ബ്രദർ ബാപ്റ്റിസ്റ്റ് സൗകര്യങ്ങളൊക്കെ നേരെ അതർ എക്സ്ട്രീമിലോട്ട് പോയി, അപ്പൊ പിന്നെ പരിശുദ്ധാത്മ എല്ലാം ഓൾറെഡി ഞങ്ങൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞത്, ഇനിയിപ്പം പരിശുദ്ധാത്മ ഒന്നും പറയല്ലേ, എന്തൊക്കെസ്തായിപ്പോ എന്ന് പേടിച്ച് അവരങ്ങനെ അതർ എക്സ്ട്രീമിലോട്ട് പോയി. ഈ പെൻഡിലമൈറ്റിസ് സാഗ്ബർ പറഞ്ഞതുപോലെ പെൻഡിലത്തിന്റെ ഒരറ്റ അങ്ങോട്ട് പോകുന്ന മറ്റേ ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞവര് മറ്റേ ഈ എക്സ്ട്രീം ഇതൊക്കെ കണ്ട് പരിശുദ്ധാത്മ പറഞ്ഞ് വേറെ ഏതോ ആത്മാവൊക്കെ വന്ന് ഏതാണ്ടൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് കൂടുതൽ നമ്മൾ ആത്മാവിനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കുന്ന അതൊക്കെ കണ്ട് ഒരു ഓപ്പോസിറ്റ് പ്രതികരണത്തിലേക്ക് ക്രിസ്തീയതയുടെ വേറൊരു കൂട്ടരെ പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്
ക്രൂസിന്റെ വഴിയിലൂടെയുള്ള സമർപ്പണത്തിലൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ്, അത് നമ്മൾ വേണ്ടവണ്ണം അനുഭവിക്കുകയും നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ പോലെ ആകണമെന്നും യേശുവിനെ പോലെ വചനം അനുസരിക്കണമെന്നും ഒക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ഘോരഘോരം നമ്മൾ പറയുകയും ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ സ്വർഗത്തിന്റെ ഒരു മന്ദമാരുതന്റെ ഒരു വീശലിന്റെ ഒരു കുറവുണ്ട്. നമ്മൾ വലിയ ഉഷ്ണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇളം കാറ്റ് വീശുമ്പോൾ എത്ര ജനറൽ ബ്രീസ്, എത്ര ഒരു ആശ്വാസം, ഇത്ര കുളിർമ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പലപ്പോഴും നമ്മളുടെ സ്വയത്തിന് അധ്വാനം, കോപത്തെ ജയിക്കാനും മോഹത്തെ ജയിക്കാനും ആകുല ചിന്തകളെ ജയിക്കാനും നമ്മൾ കയ്പിനെ ജയിക്കാന് ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, തലകുത്തി മറിയുന്നു. നമ്മള് പിന്നെന്താ മറ്റുള്ളവരെ വിധിക്കരുത്, നിഗളം പാടില്ല, ആഴ്മയായിട്ടിരിക്കണം. ഇതിനെല്ലാം കൂടെ നമ്മുടെ ഈ സ്വയത്തിന്റെ നമ്മൾ സിൻസിയർ ആണ്, നമ്മുടെ ആത്മാർത്ഥതയുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ വചനം അനുസരിക്കാൻ വേണ്ടി നമ്മള് വലിയ പെടാപ്പാട് വിടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു മന്ദമാരുതനെ വീശുവാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. അതെ കർത്താവ് പറയുന്നത്, ഉത്സവത്തിന് മഹാദിനമായിട്ടുള്ള ആ ഉത്സവത്തിന് ആ ഒടുക്കത്തെ ദിനത്തിൽ നമ്മൾ ആദ്യം കണ്ട ആ വാക്യത്തില് യോഹന്നാൻ 7:37-38 വാക്യം നമ്മളിപ്പോ വായിച്ചു. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. ആ പരിശുദ്ധാത്മാവ് തന്നെ നമുക്കൊരു ദാഹം തരും. യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ ആ ഒരു ജീവൻ നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ഇതൊക്കെ കർത്താവ് ഇത് പറയുമ്പം കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഇങ്ങനെ ധാരധാരയായിട്ട് വെള്ളച്ചാട്ടം മാതിരി ഒഴുകുകയായിരുന്നു. കർത്താവിന്റെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട്, ഈ കർത്താവിന്റെ വാക്കുകൾ കേട്ടിട്ട് എന്താ അതിന്റെ നമ്മളിപ്പോ യോഹന്നാൻ 3:34 ഞാനിപ്പോ പറഞ്ഞു. തിരിച്ച് നമ്മൾ യോഹന്നാൻ 7 വരുമ്പം ഈ 7:37 യോഹന്നാന്റെ സുവിശേഷം ജോൺ 7:37-38 ഒക്കെ കേട്ടോണ്ട് നിന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അതിന്റെ തൊട്ടു മുമ്പേ 32 വാക്യത്തില് ചില ചേവകന്മാർ എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ്, അതായത് പുരുഷാരം അവനെ കുറിച്ച് ഇങ്ങനെ കുശുകുശിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടപ്പോൾ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു. അപ്പൊ എങ്ങനെയെങ്കിലും ഈ യേശുവിനെ അങ്ങ് പിടിച്ച് ഒന്ന് വശത്താക്കണം, അവനെ ഒന്ന് മിണ്ടാതാക്കണം. അതിനുവേണ്ടി ചേവകന്മാരെ ഓഫീസേഴ്സിനെ അയച്ചു. ഓഫീസേഴ്സ് വന്നപ്പോ ഇവിടെ ജീവജലത്തിന്റെ നദികൾ ഭയങ്കര വെള്ളച്ചാട്ടം ഒഴുകുവാണ്. കർത്താവിനെ പിടിക്കാനായിട്ട് ഓഫീസേഴ്സ് ചേവകന്മാരൊക്കെ വരുമ്പോഴത്തേക്കും കർത്താവിന്റെ ജീവിതത്തിലുള്ള കർത്താവിന്റെ ആ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു ആത്മീയാധികാരവും ആ ജീവജലത്തിന്റെ വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു അവർ കണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ താഴോട്ട് പറയുന്ന സാക്ഷി നമ്മൾ പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെ? യോഹന്നാൻ 7:46 വാക്യത്തില്, അതിന്റെ 45-46 ഞാൻ വായിക്കാം. സേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവന്നത് എന്ത് എന്ന് ചോദിച്ചു. നിങ്ങൾ വലിയ കാര്യത്തിൽ പിടിക്കാൻ വേണ്ടി ഇപ്പം പിടിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയി. അവര് വെറും കൈയായിട്ട് തിരിച്ചു വന്നപ്പോ എന്ത് കൊണ്ടുവരാൻ, നീ എന്താ പട്ടി ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞതുപോലെ തിരിച്ചു വന്നോ, ഒന്നും കയ്യിലൊന്നും ഇല്ല. ഈ യേശുവിനെ പിടിക്കാൻ പോയിട്ട് എന്ത് ചെയ്യും? അപ്പൊ അവര് പറയുന്ന ഒരു സാക്ഷ്യം, ആ അവിശ്വാസികളായിട്ടുള്ള അവര് പറയുന്ന ഒരു സാക്ഷ്യം എന്താ? 46 വാക്യം, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാള് സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. നെവർ ഹാസ് എ മാൻ സ്പോക്കൺ ദ വേ ദിസ് മാൻ സ്പീക്സ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ലക്ഷണം. ആ ഒരു യേശുവിന്റെ സംസാരം, യേശുവിന്റെ വാക്കുകൾ അത്രമാത്രം കൃപ നിറഞ്ഞ ലാവണ്യ വാക്കുകളായിരുന്നു. കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ എന്ന് നമ്മള് ലൂക്കോസ് 4 ഞാൻ ആ വാക്യത്തിലേക്ക് പോകാൻ, നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തിയററ്റിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളല്ല, നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഒരു നിറഞ്ഞു കവിയുന്ന ഒരു നിറവ്. അതാണ് ലൂക്കോസ് 4 കർത്താവ്, ലൂക്കോസ് 4 എന്ന് നമ്മൾ വായിക്കുന്നത്. കർത്താവ് എവിടെ ജനിച്ചു വളർന്നേ? കർത്താവ് ജനിച്ചത് ബത്ലഹേമില്, വളർന്നത് എവിടെ? അർപ്പിത ജോസ്ന നാസറേത്തിൽ അല്ലെ? നാസറേത്തില് കർത്താവ് ആദ്യമായിട്ട് വന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ലൂക്കോസ് 4 22 വാക്യത്തില് എല്ലാവരും അവനെ പുകഴ്ത്തി. കർത്താവിന്റെ ആ വാക്കുകളൊക്കെ കേട്ട് എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകനല്ലയോ? അവർക്ക് സന്തോഷം തോന്നുമ്പോൾ യോസേഫിന്റെ മകനല്ലയോ എന്ന് പറയും. ദേഷ്യം വരുമ്പോൾ മറിയയുടെ മകനല്ലയോ എന്ന് പറഞ്ഞാൽ ഇവന്റെ അപ്പൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, മറിയയുടെ മകനല്ലയോ എന്ന് പറയുന്നത് ആ ഒരു ഇതാ നമ്മളിവിടെ കാണുന്നത്. അതാ യോസേഫിന്റെ മകൻ. ലാവണ്യ വാക്കുകൾ, ഗ്രേഷ്യസ് വേർഡ്സ്. ശരിക്കും പറഞ്ഞാൽ ലാവണ്യ വാക്കുകൾ, കാരസ് വേർഡ്സ് എന്നുള്ളതിന് ലോഗോസ്, ഗ്രേഷ്യസ് എന്നുള്ളതിന് ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം ആദ്യമായിട്ട് എഴുതിയത് പരിശുദ്ധാത്മാവ്. കാരിസ്, അതിൽ നിന്ന് കരിസ്മാറ്റിക് എന്നുള്ള വാക്കൊക്കെ വരുന്നത്. കാരിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രീസ്, കൃപ. അപ്പൊ ശരിക്കും ലാവണ്യ വാക്കുകൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക അവിടെ. എന്നാൽ കൃപയുള്ള വാക്കുകൾ അല്ലെങ്കിൽ കൃപ നിറഞ്ഞ വാക്കുകൾ എന്നും കുറച്ചുകൂടെ അക്ഷരികമായിട്ട്
അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നുവെച്ചാല് പരിശുദ്ധാത്മാവാണ് കൃപയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൃപയുടെ ആത്മാവ് എന്ന് പറയുന്ന 2 റെഫറൻസസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എബ്രായർ 10:29, സെക്രിയാവ് 12:10, ഹിബ്രൂസ് 10:29, സെക്രയ 12:10. സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, പരിശുദ്ധാത്മാവിന് കൃപയുടെ ആത്മാവ് എന്നാ പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആ വാക്കുകൾ അവിടെ പരിശുദ്ധാത്മാവ് എന്റെ മേലായിരിക്കുന്നു, ദി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ എന്നൊക്കെ കർത്താവിന് തൊട്ട് മുമ്പേ 18ാമത്തെ വാക്യത്തിൽ പറയുന്നേ, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയിക്കുവാൻ. 18ാമത്തെ വാക്യം ലൂക്കോസ്, കറന്റ് ലൊക്കേഷൻ എവിടെ? ലൂക്കോസ് 4:18. കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവോടെ. യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാല ഉരുവായത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരു ശിശുവായിട്ട് ജനിച്ച് ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രേരണ, പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിംഗ്, പിതാവിൽ നിന്നുള്ള ആത്മാവിന്റെ പ്രേരണയ്ക്ക് എപ്പോഴും കീഴടങ്ങിയ യേശു ജീവിച്ചത്. അങ്ങനെ എപ്പോഴും കർത്താവ് ഒരു ശൈശവ പ്രായം മുതൽ തന്നെ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഹി വാസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ തന്നെ ആയിരുന്നു. ഇപ്പം ചിലർ ചോദിക്കും, 30ാമത്തെ വയസ്സിലല്ലേ കർത്താവിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനല്ല. 30ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി, അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അഭിഷേകവും നിറവും തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ വാക്കിൽ അത്ര പിടിവാദം പിടിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ സാങ്ക്വേർന്ന് കേട്ടിട്ടുള്ളത് പോലെ തന്നെ അനോയിന്റിങ് എന്നുള്ള വാക്ക് ഗിഫ്റ്റ്സിനെ കുറിക്കുന്ന, മിനിസ്ട്രിയെയും ഗിഫ്റ്റ്സിനെയും, പഴയ നിയമത്തില് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ അവര് ആ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോഴാ അഭിഷേകം, എണ്ണയാൽ അവര് അഭിഷേകം ചെയ്യുമായിരുന്നു. ശമൂവേൽ വന്ന് ദാവീദിനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരെ അങ്ങനെ അഭിഷേകം ചെയ്യുമായിരുന്നു. അപ്പൊ അതേ അനോയിന്റിങ് എന്നുള്ള അതാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയിലുള്ള ഒരു മിനിസ്ട്രിക്കായിട്ടുള്ള നമ്മുടെ വരങ്ങളെ വരിക, നൽവരങ്ങളെ തരികയാവി എന്ന് നമ്മളിപ്പോ പാടിയതുപോലെ. അപ്പൊ ആ ഒരു വരങ്ങളും ഗിഫ്റ്റ്സ് ആ ഒരു മിനിസ്ട്രിക്കായിട്ട്, ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു ശക്തിപ്പെടുത്തൽ, ആ ശുശ്രൂഷയ്ക്കായിട്ടുള്ള ആ ഒരു ശക്തീകരണം, അതിനായിട്ടുള്ള ആ ഒരു വരങ്ങൾ, അനോയിന്റിങ്, പരിശുദ്ധാത്മാവിന് വരങ്ങളുടെ ഒരു പരിശുദ്ധാത്മാവിന് വരങ്ങള് യേശുവിനെ ആ ഒരു ശുശ്രൂഷിക്കാനുള്ള വചനം, അതുപോലെ ഒരു പ്രവചനാത്മാവിൽ സംസാരിക്കാനുള്ള വരവും അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരവും എല്ലാം യേശുവിന് 30ാമത്തെ വയസ്സിലാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബാപ്റ്റിസം, പരിശുദ്ധാത്മ സ്നാനം, അനോയിന്റിങ്, പരിശുദ്ധാത്മ അഭിഷേകം. നമ്മുടെ ഈ സ്നാന, അഭിഷേകം, നിറവെല്ലാം ഒന്നായിട്ടൊക്കെ നമ്മളങ്ങ് പറയും. പക്ഷെ എങ്കിലും കുറച്ചുകൂടെ അതിന് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലത്. നിറവും സ്നാനവും, പരിശുദ്ധാത്മാവിന്റെ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആക്ച്വലി ഒന്നിനെ തന്നെയാണ് കുറിക്കുന്നത്. എന്നാൽ ചില ദൈവശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ആൾക്കാർ ആദ്യത്തെ അനുഭവത്തെ ബാപ്റ്റിസം എന്നും പിന്നീടുള്ള അനുഭവങ്ങളെ ഫില്ലിംഗ് എന്നൊക്കെ ആയിട്ട് പറയാറുണ്ട്. പക്ഷെ ഞാനും നമ്മുടെ ആരും അതിനോട് യോജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സാങ്ക്വേർ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ യോഹന്നാൻ സ്നാപകൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ സ്നാനം കഴിപ്പിക്കും, ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് എല്ലാ സുവിശേഷങ്ങളിലും നമ്മൾ ആദ്യം വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങളിലും വായിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഫുൾഫിൽമെന്റ് പെന്തക്കോസ്ത് നാളിൽ നടന്നപ്പോ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നേ? അങ്ങനെ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാനിപ്പോ 2-3 വാക്കുകൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അനോയിന്റിങ്, അത് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു. പിന്നെ നിറവ്, ബാപ്റ്റിസം എന്നുള്ള 2 വാക്കുകൾ നമ്മൾ പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ സിനോണിമസ് ആയിട്ടാണ്. ഇനിയിപ്പോ ചില ദൈവശാസ്ത്രജ്ഞന്മാരിനി എന്തൊക്കെ പറഞ്ഞാലും ദൈവവചനത്തിലെ കാണുന്നത് അത് സിനോണിമസ് ആയിട്ട് ഒരേ അർത്ഥത്തിലാണ് കാണുന്നത് എന്നുള്ള കാര്യമാണ്. ചില ബാപ്റ്റിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്നാനം, മുഴുകൽ, ഇമോഷൻ, പരിശുദ്ധാത്മ നിറയെ ഒരു നിമജ്ജനം ചെയ്യപ്പെടുന്നത്, ഇമേഴ്സ്ഡ് ആയിരുന്നത്. പിന്നെ നിറവ് നമ്മുടെ യഥാർത്ഥത്തിൽ നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇമേഴ്സ്ഡ് ആവുന്നത്. ഞാൻ അത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സാങ്ക്വേറിന്റെ ആർട്ടിക്കിളിൽ തന്നെ ഞാൻ വായിച്ചായിട്ട് എന്റെ ഓർമ്മ. അതായത് എല്ലാ സുവിശേഷങ്ങളിലും യോഹന്നാൻ സ്നാപകന്റെ ഒരു പ്രോമിസ് ആദ്യം തന്നെ തുടങ്ങുന്നുണ്ട്. ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് ഫയർ. പരിശുദ്ധാത്മാവിനെ അഗ്നിയാലും അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അതായത് ബാപ്റ്റിസം, അത് ബാപ്റ്റിസം എന്നുള്ള മലയാള വാക്കിന്റെ അർത്ഥം സ്നാനം, അഭിഷേകം, അനോയിന്റിങ്, നിറവ്, ഫില്ലിംഗ്. നമ്മളിതെല്ലാം കൂടെ എല്ലാം ഒരുമിച്ച് ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൂട്ടിക്കുഴച്ചൊക്കെ സാധാരണ ചിലപ്പോൾ ഒക്കെ പറഞ്ഞു പോകും. പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ട്, അർത്ഥങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. അപ്പം ഈ സ്നാനവും നിറവും, പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ നിറവും ഒരു കാര്യം തന്നെ ആണെന്നുള്ളൊരു കാര്യം
നമ്മള് എങ്ങനെയാ അത് വചനത്തിൽ നിന്ന് എവിടെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാല് യോഹന്നാൻ സ്നാപകൻ അഗ്നിയാൽ സ്നാനം കഴിപ്പിക്കും, പരിശുദ്ധാത്മാവിൽ അഗ്നിയാൽ സ്നാനം കഴിപ്പിക്കും എന്ന് എല്ലാ സുവിശേഷങ്ങളിലും ഒക്കെ പറഞ്ഞ് ഈവൻ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലും യോഹന്നാൻ അപ്പോസ്തല പ്രവൃത്തികൾ കറന്റ് ലൊക്കേഷൻ എവിടെ എത്തി? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കും ഇനി ഏറെ നാൾ കഴിയുമ്പോൾ മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ആരാ? യേശു പറഞ്ഞ കാര്യമാ. കർത്താവ് ഒലിവുമലയിൽ നിന്ന് അങ്ങ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് ജോൺ ബാപ്റ്റൈസ്ഡ് വിത്ത് വാട്ടർ ബട്ട് യു വിൽ ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് നോട്ട് മെനി ഡേയ്സ് ഫ്രം നൗ. അത് എപ്പോഴാണ് ഫുൾഫിൽഡ് ആയ? പെന്തക്കോസ്ത് നാട്ടില്. പെന്തക്കോസ്ത് നാട്ടില് ആത്മാവിനാൽ അവര് സ്നാനപ്പെട്ടപ്പോ പരിശുദ്ധാത്മാവ് എന്താ എഴുതിയേക്കുന്നത്? അപ്പോസ്തലർ 2-ന്റെ 4-ാമത്തെ വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടവരായി എന്ന് പറയുന്നില്ല, നിറഞ്ഞവരായി. അപ്പൊ ആ പരിശുദ്ധാത്മ സ്നാനം വരുന്നു, പരിശുദ്ധാത്മ സ്നാനം വരുന്നു എന്ന് എല്ലാ 4 സുവിശേഷങ്ങൾ എടുത്ത് നോക്കിയാൽ ആദ്യം ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രോമിസ് ഉണ്ട്. ഇവിടെ അപ്പോസ്തല 1-ന്റെ 5 നമ്മൾ വായിച്ചു. എന്നാൽ അതിന് ഫുൾഫിൽമെന്റ്, സാഫല്യം പെന്തക്കോസ്ത് നാളിൽ നടന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ അവിടെ പരിശുദ്ധാത്മ നിറഞ്ഞവരായി എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവും സ്നാനവും എല്ലാം ഒരു കാര്യത്തെ കുറിക്കുന്നത്, അല്ലാതെ ആദ്യത്തെ സ്നാനം പിന്നെ ഉള്ള എല്ലാം നിറവ് എന്ന് നമ്മൾ മാറ്റി പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ദൈവവചനത്തിന്റെ തിയോളജിക്കലായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കാര്യമില്ല എന്നുള്ളൊരു കാര്യം വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഇത് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ യഥാർത്ഥത്തിൽ നിറഞ്ഞിട്ടുണ്ടോ? ആ ഒരു നിറവ് അതൊരു ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വികാര തരത്തിലുള്ള ഇളക്കപ്പെരുപ്പമല്ല. അതായത് ശരീരത്തിലൂടെ നമ്മൾ കേൾക്കുന്നു, കാണുന്നു, അങ്ങനെയൊക്കെ ഉള്ള അതിൽ നമ്മുടെ വികാരങ്ങൾ എന്ന് മ്യൂസിക്കിനകത്തോണം ഇങ്ങനെ ഇളകുന്നു, അല്ലെങ്കിൽ വലിയ ഘോരഘോര പ്രസംഗം കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇളക്കപ്പെരുപ്പം വികാരത്തിന്റെ തലത്തിൽ ഉണ്ടാകുന്നതല്ല. മറിച്ച് ഇത് ആത്മാവിന്റെ തലത്തിൽ, മറ്റത് ദേഹിയുടെ തലത്തിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷൻ, ഒരു ഇളക്കപ്പെരുപ്പം, ഒരു അപ്രവൽ ഇൻ ദ സോൾ റെലം, ദേഹിയുടെ തലത്തിലുള്ളതാ. എന്നാൽ ആത്മാവിന്റെ തലം, ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിപരിശുദ്ധ സ്ഥലം, നമ്മളെപ്പോഴും അത് പറയാതൊരു കാര്യമില്ലല്ലോ. എങ്ങനെ പൂച്ച എങ്ങനെ വീണാലും 4 കലയെന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തേക്കും തിരശ്ശീല ചിന്തതിനെ കുറിച്ചും ഒക്കെ വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിപരിശുദ്ധ സ്ഥലമാകുന്ന ആത്മാവിലേക്കാണ് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് കവിഞ്ഞ് ദേഹിയിലും കവിഞ്ഞ് ദേഹത്തിലൂടെ പറഞ്ഞ് നമ്മുടെ വാക്കിലൂടെയും നോട്ടത്തിലൂടെയും എല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകേണ്ടതായിട്ടുള്ള. എന്നാൽ ആത്മാവിന്റെ തലത്തില് ഈ നിറവ് എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാൽ ആത്മാവിനെ ദേഹിയെ തിരിക്കുന്ന ഒരു സ്വന്തഹിതം അല്ലെങ്കിൽ ജഡം ആകുന്ന ഒരു തിരശ്ശീല ഉണ്ടെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതല്ല, അത് എബ്രായർ 10-ാം അധ്യായത്തിന് 19-20 വാക്യങ്ങൾ നമുക്ക് അറിയാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരു ജീവനുള്ള പുതുവഴി ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഈ ആത്മനിറവിന്റെ ഒരു വഴിയാണത്. അത് ക്രൂസിന്റെ വഴിയാണ്. എന്നാൽ ക്രൂസിന്റെ വഴി, യഥാർത്ഥത്തിൽ ക്രൂസിന്റെ വഴി പുനരുദ്ധാനത്തിന്റെ വഴിയാണ്. അത് ആത്മനിറവിന്റെ വഴിയാണ്. അത് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ വഴി എന്ന് പറയുമ്പം അത് ക്രൂസിന്റെ വഴിയോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ആത്മാവ് ലഭിക്കാൻ വേണ്ടി അവര് ഇങ്ങനെ വന്ന് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കുലുക്കി ഇങ്ങനെ ഈ ചില ബാർബർ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ തലയിൽ ഇങ്ങനെ കുലുക്കും. ഇപ്പോഴത്തെ ചില ബാർബർമാർ പറയുന്നത് പോലെ അവര് നല്ല മസാജ് ചെയ്യാന്ന് പറഞ്ഞത്. ആദ്യം കേട്ടപ്പോ എനിക്ക് എന്തോന്ന് ഇവര് എന്താ ചെയ്യുന്ന ഇങ്ങനെ ആദ്യം ഈ പയ്യന്മാർ ചില ബാർബർമാർ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് പറഞ്ഞതുമല്ല, ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കുലുക്കി ഇങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ ഞാൻ പണ്ട് പരിഹാരത്ത് പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പെന്തക്കോസ്ത് ചർച്ചില് എന്തോ അപ്പൊ ഞാനിങ്ങനെ സാങ്ക്ബേർന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതുപോലെ കൊള്ളരുതായ്മകളൊക്കെ പെന്തക്കോസ്ത് ഇതുപോലെ ഈ അന്യഭാഷ പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള പല വ്യാജനാണയങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇങ്ങനെ അവിടെയുള്ള ഒരു ആള് എന്നെ എന്താണ് പറഞ്ഞ ഈ ഒരു പെന്തക്കോസ്ത് ചർച്ചിന്റെ ഒരു മീറ്റിംഗ്, എന്തോ ഒരു ദൈവമനുഷ്യൻ വരുന്നുണ്ട്. അപ്പം അത് വിളിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി കുറച്ച് നേരം ഇരിക്കുന്ന സമയത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ ഓടി നടന്നാ പ്രസംഗിക്കുന്നത്. മൈക്കുമായിട്ടാണോ ഓടി നടന്ന് ഇങ്ങനെ പ്രസംഗിച്ച് എല്ലാവരും ഇങ്ങനെ തലയിൽ കൈവച്ച് ഇതുപോലെ കുലുക്കി ഏതാണ്ടൊക്കെ പറയാനൊക്കെ തുടങ്ങി. അപ്പൊ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ തുറച്ചു നോക്കി. പുള്ളി എന്റെ അടുത്ത് അടുത്തില്ല. 1000 വീണാലും 10,000 വീണാലും നിങ്ങളുടെ അടുത്ത് ബാധ എടുക്കത്തില്ലെന്ന് പറഞ്ഞത് എന്നെ അടുത്തില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വരികയും ചെയ്തു ധൈര്യത്തോടെ. അതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ച അവരോട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ യോജിക്കുന്ന കാര്യമില്ല കാര്യം വെച്ചാൽ ഈ ഇവര് എന്തോ ആത്മാവായി കൊണ്ട് അവർ അവരുടെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ അവര് എല്ലാവരും ഞാൻ കണ്ണടച്ച് പിടിവെക്കുമല്ല, അതിനകത്തൊക്കെ ദൈവഭക്തരായിട്ടുള്ള ദൈവഭയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഒത്തിരി വ്യാജ നാണയങ്ങളും ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പും
ആസാൻമാർഗികമായ മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തെ ദുഷിക്കാനായിട്ട് ഒരുപാട് കള്ളനാണയങ്ങൾ ഇന്ന് ക്രിസ്തീയ ലോകത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ, ആ ഒരു പ്രമാണം, ദൈവവചനത്തിലെ ആ ഒരു പ്രമാണം നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി വഞ്ചനയിൽ നിന്ന് നമുക്ക് വിടുതലായിരിക്കും. എന്ന് പറഞ്ഞാല് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക്, യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ അത് എപ്പോഴാ രക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിലുള്ള രക്ഷ എപ്പോഴാ ഉണ്ടാവുന്നേ? യഥാർത്ഥത്തില് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ സ്വന്തം ഇഷ്ടം കർത്താവിന് മുമ്പാകെ അടിയറവ് പറയുമ്പോഴാണ്. അതായത് ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് മുമ്പാകെ കർത്താവെ ഇനി എന്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കാനായിട്ട് എന്നെ അതിനെ ഏൽപ്പിച്ചു തരുന്നു എന്ന് ആദ്യമായിട്ട് യേശുവിന്റെ ആ സ്നേഹത്തെ കണ്ട് ക്രൂശിലെ കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നു, ഇനി എനിക്കായിട്ടല്ല, എനിക്ക് കർത്താവിനായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അതിപ്പം ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെയൊക്കെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവർക്ക് എപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ സമർപ്പിച്ചത് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ എപ്പോഴാണോ യഥാർത്ഥത്തില് നിങ്ങളുടെ ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവേ ഇനി എന്റെ ഇഷ്ടമൊന്നും വേണ്ട അവിടുത്തെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് നിങ്ങൾ സമർപ്പിച്ചോ, അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തില് രക്ഷിക്കപ്പെട്ടത്. വെച്ചാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായിട്ട്, യേശുവിനെ കർത്താവും നാഥനുമായിട്ട്, നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നാഥൻ അല്ലെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്തൃത്വം നടത്തുന്നത്. യേശുവിനെ ലോഡ്ഷിപ്പ് എപ്പോഴാണോ നിങ്ങൾ ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തത്, അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളത്തിലേക്ക് വരാൻ ഒക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ജഡമാകുന്ന തിരശ്ശീല ചീന്തിയാലല്ലാതെ പരിശുദ്ധാത്മാവിന് നമ്മളുടെ ഉള്ളത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല. ആ ജഡമാകുന്ന തിരശ്ശീലയാണ് ആത്മാവിനെയും ദേഹിയെയും വേർതിരിക്കുന്നതായിട്ടുള്ള. ജഡം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം. അപ്പൊ ആ സ്വന്തം ഇഷ്ടത്തിൽ ഒരു ചീന്തൽ വരുന്നതിനനുസരിച്ച് മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മളുടെ ഉള്ളത്തിലേക്ക് പ്രവഹിക്കുവാൻ കഴിയുള്ളൂ. അതാ നമ്മള് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ സാഗ്വേറിൽ ആ റോമർ 12:1-2 വാക്യങ്ങൾ നമ്മൾ എപ്പോഴും പറയും. എന്താ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ ഹനനയാഗമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളിലേക്ക് വന്ന് നിറയുന്നതെന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ അവിടെ നടക്കുന്നത്? എന്താ? യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ നാവ്, നമ്മളുടെ കണ്ണ്, നമ്മളുടെ കൈകാലികൾ, നമ്മുടെ അംഗപ്രത്യംഗമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ നമ്മൾ സമർപ്പിക്കുന്നത്. ഓരോ കർത്താവേ എന്റെ നാവ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് കർത്താവേ ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ എന്റെ കണ്ണ് എനിക്ക് ഇഷ്ടമുള്ളത് നോക്കാനോ ഉള്ളതല്ല, എന്റെ മനസ്സ് കർത്താവെ എനിക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാനുള്ളതല്ല, എന്റെ കൈ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളതല്ല, എന്റെ കാലുകൾ കർത്താവ് ഇഷ്ടമുള്ളതിലേക്ക് പോകാനുള്ളതുമല്ല, മറിച്ച് കർത്താവെ എന്റെ മുഴു ശരീരവും കർത്താവെ അംഗപ്രത്യംഗമായിട്ട് അങ്ങനെ നമ്മളുടെ സ്വന്തം ഇഷ്ടം, യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടം കർത്താവെ ഞാൻ അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവെ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അവിടെ എനിക്ക് വേണ്ടി മരിച്ചു എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ യഥാർത്ഥത്തിൽ സമർപ്പിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജഡമാകുന്ന ആ തിരശ്ശീലയിൽ, നമ്മുടെ സ്വന്തം ഇഷ്ടമാകുന്ന തിരശ്ശീലയിൽ ഒരു ചെറിയ ചീന്തൽ വന്നു. എന്നുവെച്ചാൽ ദൈവത്തിന്റെ വചനമാകുന്ന വാളിന്റെ ഒരു ചെറിയൊരു ചീന്തൽ, റെന്റിങ് ഓഫ് ദ വെയിൽ, ആ ഒരു തിരശ്ശീലയുടെ ഒരു ചെറിയ ചീന്തൽ, ആ ഒരു ക്രൂസിന്റെ ഒരു അനുഭവം ആദ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ ഉണ്ടായി. എന്നാ പിന്നീട് പരിശുദ്ധാത്മാവിനെ വരുത്താൻ വേണ്ടി ആൾക്കാർ ചാടും തുള്ളവും ഓടും ചാടും ഒക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അങ്ങനെയല്ല വേണ്ടേ. എങ്ങനെ നമ്മളെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ രക്ഷയുടെ സമയത്ത് നമ്മെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധാത്മ നമ്മളുടെ ഉള്ളത്തിലേക്ക് വന്നു, അതുപോലെ തന്നെ അതേ വഴിയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാനായിട്ട് 100,000 വഴികളൊന്നുമില്ല, 10 വഴിയില്ല, 2 വഴിയില്ല, 1 വഴിയേ ഉള്ളൂ. എന്നെ അനുഗമിക്കാൻ വെച്ചിരിക്കുന്നത് ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കണം. ദിവസേന തന്നെ അതിനെ നിഷേധിച്ച് ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിച്ച്. അന്ന് ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദന്മാർക്ക് ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള വധശിക്ഷയാണ് ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ. ക്രൂസ് എടുത്ത് ആ ക്രൂസിലങ്ങ് മരിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരിച്ചാലല്ലാതെ എന്നെ അനുഗമിക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ഇഷ്ടം മരിക്കണം. എന്റെ ആ സ്വന്തം ഇഷ്ടമാകുന്ന ആ ജഡമാകുന്ന തിരശ്ശീല, അത് കർത്താവേ എന്റെ ആ സ്വന്തം ഇഷ്ടം, അത് നമ്മളുടെ പല പല മേഖലകളിൽ നമ്മുടെ സ്വന്തം ഇഷ്ടമുണ്ട്. എന്റെ സ്വന്തം ഇഷ്ടം മരിപ്പിച്ചു എന്നങ്ങ് ജനറലായിട്ട് നമ്മളങ്ങ് പറയാം. പക്ഷേ അത് യഥാർത്ഥത്തില് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു വേണ്ടവനുള്ള ഒരു നിറവ് നമ്മൾ അനുഭവിക്കണമെങ്കിൽ അംഗപ്രത്യംഗമായിട്ട് നമ്മൾ ആ റോമർ 12 തന്നെ നമുക്ക് പോകാം. നമുക്ക് ആ വാക്യം വളരെ പരിചയമുള്ള വാക്യങ്ങളാണെന്നാ, അല്ലെങ്കിൽ പരിചയമില്ലെങ്കിൽ പരിചയം ആയിക്കൊള്ളണം. എന്താ? റോമൻസ് 12:1-2 അവിടെ ഒരു ഹനനയാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ഹോമയാഗത്തെ കുറിച്ച്, ഹനനയാഗം അല്ലെങ്കിൽ ഹോമയാഗം അല്ലെങ്കിൽ ബേൺഡ് ഓഫറിംഗ് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന. അതിന്റെ കൊറോളറി, അതിന്റെ തത്തുല്യമായ ഒരു കാര്യമാണ് നമ്മളിവിടെ
ഇവിടെ ഒരു ജീവനുള്ള യാഗം. ആ അന്ന് യാഗമൃഗങ്ങളെ അവര് കൊന്നായിരുന്നു, കൊല ചെയ്തായിരുന്നു യാഗം കഴിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ജീവനുള്ള യാഗമാ എന്ന് പറഞ്ഞാല് നമുക്ക് യാഗമായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. വീണ്ടും ആ യാഗപീഠത്തിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് വരാം. പക്ഷെ അവിടെ വീണ്ടും കർത്താവേ, ഞാൻ ഇന്ന് തന്നെ ആ യാഗപീഠത്തിൽ തന്നെ ആ യാഗപശുവിനെ ആ അൾത്താരയോടെ കെട്ടട്ടെ എന്ന് നമ്മള് സങ്കീർത്തനം 118 27-ാമത്തെ വാക്യത്തിലോ മറ്റോ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതുപോലെ അതുപോലെ നമ്മളെ തന്നെ കർത്താവെ അംഗപ്രത്യംഗമായിട്ട് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം എപ്പോഴും കേട്ടിട്ടുണ്ട് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറയുമ്പോൾ. അതായത് ഒരു 10 ബെഡ്റൂം ഹൗസ് ഉണ്ടെങ്കിൽ, ഒരു വീട്ടില് 10 ബെഡ്റൂം ഉണ്ടെന്നിരിക്കട്ടെ, 10 ബെഡ്റൂം ഉള്ള ഒരു വീട്. ആ ബെഡ്റൂമില് ആദ്യമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളുടെ ഗിൽറ്റ് റൂം, കുറ്റബോധത്തിന്റെ മുറിയിലേക്കാ യഥാർത്ഥത്തിൽ യേശുവിന് വരാൻ സാധിച്ചത്. വെച്ചാൽ കർത്താവേ, എന്റെ പാപങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തു, അവിടുന്ന് എന്നെ ശുദ്ധമാക്കി, ആ പാപത്തിന്റെ കുറ്റബോധം എല്ലാം മാറി ഞാൻ ആ ഒരു മുറിയിലേക്ക് കർത്താവിനെ നമ്മൾ സ്വീകരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. എനിക്കിനി കുറ്റബോധമൊന്നുമില്ല, കർത്താവിനെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വീണ്ടും കിടക്കുക. നമ്മൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളൊരു റൂം അവിടെ കിടപ്പുണ്ട്. നമ്മൾ എന്ത് പുസ്തകം വായിക്കുന്നു, എന്ത് TV നോക്കുന്നു, എന്ത് മൊബൈലിൽ നോക്കുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, നമ്മളുടെ കുടുംബാംഗങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കുന്നു, ഭർത്താവ് ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നു, കരുതുന്നു, ഭാര്യ എത്രമാത്രം ഭർത്താവിന് കീഴടങ്ങുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങള് അപ്പനന്മാർക്ക് എത്രമാത്രം കീഴടങ്ങുന്നു, അവര് നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മൾ എത്രമാത്രം വിശ്വസ്തരാവാൻ ആഗ്രഹിക്കുന്നു, വിശ്വസ്തയോടെ നമ്മളായിരിക്കുന്നു, പണത്തിന് ഇടപാടുകളിൽ നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു, കള്ളത്തരം ചെയ്തു കൂടുതൽ പണം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പല പല മേഖലകളുണ്ട്. ഓരോരോ മേഖലയിലും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും, നമ്മുടെ ചിന്താജീവിതം, നമ്മളുടെ വാക്കുകള്, നമ്മുടെ പ്രവൃത്തികള്, അങ്ങനെയുള്ള എല്ലാ മേഖലകളും, എല്ലാ മുറികളും ഒന്നൊന്നായിട്ട് നാം യേശുവിനായിട്ട് അങ്ങ് തുറന്നു കൊടുക്കുക. അത് ഈ അംഗപ്രത്യംഗമായിട്ട്, അവിടെ ഹോമയാഗം അംഗപ്രത്യംഗമായിട്ട് വേണം. എന്തായാലും എല്ലാം കൂടെ അഗ്നിക്കിരയാവാൻ പോകും. ഇതിന് പിന്നെ ഈ ഒരു കാളക്കൂറ്റിനെ കൊണ്ടുവന്ന് അവിടെ യാഗം അർപ്പിക്കാൻ പോവുക യഹൂദന്മാര്. അപ്പൊ എന്തായാലും ഇതൊക്കെ അഗ്നിക്കിരയാവാൻ പോവുക. ഇനിയിപ്പോ ഇത് അംഗപ്രത്യംഗമായിട്ട് ഇനിയിപ്പോ ഈ വെട്ടിമുറിച്ച് തന്നെ വേണോ എന്ന് ചോദിച്ചാൽ, അന്ന് അംഗപ്രത്യംഗമായിട്ട് നമ്മുടെ ലേവ്യർ 1-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, പാർട്ട് ബൈ പാർട്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം അത് പുതിയ നിയമത്തിലെ ഈ യാഗത്തിന്റെ ഒരു പ്രതീകമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കർത്താവിന്റെ നാവാണ് ഏറ്റവും യുനോ ഇണങ്ങാൻ ഏറ്റവും പ്രയാസമുള്ള അവയവം നാവാണെന്നാണ് യാക്കോബ് 3-ാം അധ്യായത്തിൽ പറഞ്ഞത്. കർത്താവെ, എന്റെ നാവിനെ ഞാൻ അങ്ങേക്ക് തരുന്നു, എന്റെ കണ്ണുകളെ ഞാൻ അങ്ങേക്ക് തരുന്നു. നാവ് എന്ന് പറയുമ്പോൾ തന്നെ സംസാരിക്കുന്ന നാവുണ്ട്, രുചിക്കുന്ന നാവുണ്ട്, നമ്മുടെ സെൻസറി പാർട്ട് ആൻഡ് മോട്ടോർ പാർട്ട് എന്ന് മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ, സംസാരിക്കുന്ന നാവാണ് മോട്ടോർ പാർട്ട്, രുചിക്കുന്ന നാവ് നമ്മുടെ ഭക്ഷണം, ഒരു ഭക്ഷണത്തിന്റെ രുചി, കാര്യങ്ങൾ, വിശപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കർത്താവേ അങ്ങനെ അംഗപ്രത്യംഗമായിട്ട് നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബുദ്ധി, നമ്മുടെ ചിന്താ മണ്ഡലം അത് ഞാൻ അങ്ങേക്ക് തരുന്നു. അതായത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവെ, ഞാൻ ഇനി പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അവിടത്തേക്ക് ഹിതകരമില്ലാത്ത ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവെ, യഥാർത്ഥത്തില് ഞാൻ എന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു, ഒരു പൂജ്യമായിട്ട് എന്നെ താഴ്ത്തുന്നു. ഇപ്പൊ ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമായിരിക്കും, ചിലരോട് നമുക്ക് അങ്ങ് ഒത്തുപോകാൻ പ്രയാസമായിരിക്കും. പക്ഷെ എങ്കിലും കർത്താവെ, എന്റെ ഇഷ്ടം പോലൊന്നും അല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. ഇനി ഞാനല്ല, ക്രിസ്തു ജീവിക്കണം, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. അങ്ങനെ അംഗപ്രത്യംഗമായിട്ട് ആ യാഗപീഠത്തെങ്കിൽ യാഗം വെക്കുമ്പോൾ സ്വർഗത്തിന്റെ തീ വന്ന് ആ യാഗത്തെ ദഹിപ്പിക്കുന്നതായിട്ട് നമ്മൾ ലേവ്യ പുസ്തകം 30-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സ്വർഗത്തിൽ വലിയൊരു തീ വന്ന് ഈ യാഗത്തെ ദഹിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതാ പരിശുദ്ധാത്മാവിന്റെ തീ പുതിയ നിയമത്തിന്. ഇന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമ്മള് കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും, നമ്മളെ സൺഡേ സ്കൂൾ ചിൽഡ്രൻ ആണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന് അതൊന്നും തടസ്സമില്ല. ഇനിയിപ്പോ എത്ര വയസ്സുന്ന ആളായാലും, എത്ര കുഞ്ഞു പിള്ളേരായാലും, നമ്മളിപ്പോ യുവാക്കളായാലും, നമ്മൾ ഏത് പ്രായത്തിലുള്ളവരായാലും കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുക എന്ന കർത്താവ് പറഞ്ഞു. വെച്ചാൽ നമ്മള് ദാഹത്തോടെ കർത്താവിനോടങ്ങ് അടുത്ത് ചെന്നാൽ മതി. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ, തിരുവെഴുത്ത് എഹെസ്കേലിന്റെ പുസ്തകം 47-ാം അധ്യായത്തില് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. മുട്ടോളം അല്ല, അരയോളം അല്ല, അതായത് കണങ്കാല് നരിയാണിയോളം അല്ല, നരിയാണി എന്ന് പറഞ്ഞാൽ കണങ്കാല് അല്ലെങ്കിൽ ആങ്കിൾ ഉള്ള, മുട്ടോളം അല്ല, അരയോളം അല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാതെ. അതാണ് എഹെസ്കേൽ 47-ാം അധ്യായത്തില് പറയുന്ന തിരുവെഴുത്ത കർത്താവ് അവിടെ യോഹന്നാൻ 7:38 റെഫർ ചെയ്യുന്നത്. അതുപോലുള്ള ഒരു അനുഭവം കർത്താവെ, അങ്ങ് അവിടുത്തെ ആത്മാവിനാൽ അങ്ങ് നിറയപ്പെടുന്ന ഒരു അനുഭവം.
ആ ഒരു സ്വർഗത്തിന്റെ വലിയൊരു സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഒന്ന് നിറയുന്ന ഒരു അനുഭവം. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലം ഇങ്ങനെ തുടങ്ങുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ. അങ്ങനെ 9 കാര്യങ്ങളാണ്. ഞാൻ ഫെയ്ത്തും ഫെയ്ത്ത്ഫുൾനെസ്സും കൂടി ചേർക്കുകയാണെങ്കിൽ, രണ്ടും കൂടെ പറയുവാണെങ്കിൽ 10 കാര്യങ്ങൾ എന്ന് പറയാം. അങ്ങനെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയും. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ സ്നേഹമാണ് നമ്മളിൽ വന്ന്, ദൈവസ്നേഹമാണ് നമ്മളിൽ വന്ന് നിറയുന്നതെന്ന് എവിടെ വായിക്കുന്നേ? റോമർ 5:5 നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 5-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ, "We not know that the love of God has been poured out in our hearts through the Holy Spirit has been given to us." പരിശുദ്ധാത്മാവിനാല് ദൈവസ്നേഹം യഥാർത്ഥത്തില് നമുക്ക് ക്ഷമിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാനോ നമുക്ക് ശക്തിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മള് ദാഹത്തോടെ വിശ്വാസത്തോടെ കർത്താവിനെ നിറയ്ക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ് മോർ ഈഗർ ടു ഫിൽ മീ ദാൻ ഐ ആം ഈഗർ ടു റിസീവ് ദ ഫുൾനെസ്. കർത്താവ് എന്നെ നിറയ്ക്കുവാനായിട്ട് അവിടുന്നാണ് കൂടുതൽ ഉത്സാഹത്തോടായിരിക്കുന്നത്. ഞാൻ ചോദിക്കാനുള്ള എന്റെ ഉത്സാഹത്തെക്കാട്ടിലും അവിടുന്ന് എന്നെ നിറയ്ക്കാനായിട്ട് വലിയ ഉത്സാഹത്തോടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്റെ പിതാവ് യേശുവിനെ നിറച്ചെങ്കിൽ എന്നെയും നിറയ്ക്കും. അത് നമ്മൾ ആദ്യം പാട്ടിൽ പാടിയത്. യേശുവിനെ എങ്ങനെ നിറച്ചോ അതുപോലെ എന്നെയും നിറയ്ക്കുവാൻ പിതാവിന് പറ്റും. എന്ന് വെച്ചാൽ യേശുവിനെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. യോഹന്നാൻ 17:21 നമുക്കറിയാം, യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന് എന്നെ നിറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഞാൻ അവിടത്തേക്കായിട്ട് തുറന്നു തരുന്നു. ഐ ഓപ്പൺ അപ്പ് മൈ ഹോൾ ബീയിങ് അൺ ടു യു. എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളും, എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കർത്താവ് ഇനി അങ്ങേക്ക് പ്രസാദകരമില്ലാത്ത ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിലെ എല്ലാ വാതായനങ്ങളും എല്ലാ വാതിലുകളും കർത്താവ് ആ 10 ബെഡ്റൂം ഹൗസിലെ 100 ബെഡ്റൂം ഹൗസ് കർത്താവ് നമുക്ക് കൂടുതൽ വെളിച്ചം തരുമ്പോൾ കൂടുതൽ മുറികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം കർത്താവെ അവിടുന്ന് കൂടുതൽ വെളിച്ചം തരുന്തോറും ആ മുറികളെല്ലാം ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു. എന്റെ പല മനോഭാവങ്ങള്, പല മറ്റുള്ളവരോടുള്ള മനോഭാവം, കർത്താവെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങള്, മോട്ടീവ്സ്, എല്ലാ കാര്യങ്ങളിലും കർത്താവെ അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ സമ്പൂർണ്ണമായിട്ട് നമ്മള് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് വലിയൊരു ജീവജല നദി നമ്മളുടെ ഒന്ന് നിറയും. അവിടെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ചത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രാഥമികമായിട്ടും പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളിൽ ഒന്ന് നിറയും. ഈ ഫലമാണ് നമ്മളിപ്പോ പറഞ്ഞ് ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ, ഞാൻ ആ വചനത്തിലേക്കൊന്നും പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ റെഫറൻസ് എല്ലാവർക്കും അറിയാം. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ, ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ സ്നേഹം, സന്തോഷം, സമാധാനം, കർത്താവിന്റെ വലിയൊരു സ്നേഹത്തിന്റെ ഒരു നിറവ്. അത് റോമർ 5:5 ഞാൻ പറഞ്ഞത്. കർത്താവിന്റെ ദൈവസ്നേഹത്തിന്റെ ഒരു നിറവ്. കർത്താവിന്റെ സ്നേഹം ഇന്ന് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തെ അങ്ങ് തുറന്നു കൊടുക്കാം. നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പില് കർത്താവെ എന്റെ ജീവിതത്തില് ചിലരോടൊക്കെ ക്ഷമിക്കാൻ എനിക്ക് പ്രയാസമാണ്, ചിലരോട് കർത്താവെ മറക്കാം, പല കാര്യങ്ങളും ഒക്കെ കർത്താവെ പല കാര്യങ്ങൾ കർത്താവെ പല പാപ സ്വഭാവങ്ങള്, കർത്താവെ കോപം, ആ ഒരു അക്ഷമ, കർത്താവെ ഇതിൽ നിന്നെല്ലാം എനിക്ക് വിടുതൽ വേണം. അതിനായിട്ട് കർത്താവെ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഞാൻ അങ്ങേക്ക് തുറന്നു തരുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മളെ തന്നെ അങ്ങ് കർത്താവിനായിട്ട് തുറന്നു കൊടുക്കുകയാണെങ്കിൽ കർത്താവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയും. അത് വലിയൊരു ജീവന്റെ ശക്തിയാണ്. നിങ്ങളുടെ മേല് പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ച് നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന കർത്താവ് അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 1:8 എഴുതി വെച്ചായിട്ട് ഞാൻ അതും കൂടെ ആ വാക്യം കൂടെ വായിച്ചാൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം, ഈ പെന്തക്കോസ്ത് നാളിന് തൊട്ട് മുമ്പായിട്ട്, അതിന് 10 ദിവസം മുമ്പ്, പെന്തക്കോസ്ത് നാളിന് 10 ദിവസം മുമ്പ് കർത്താവ് സ്വർഗത്തിലേക്ക് കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ട് 40ഓളം ദിവസം അവർക്ക് ക്രൂശിക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത് 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് ഒലിവുമലയിൽ നിന്ന് ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് കർത്താവ് അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ എന്താ? അപ്പോസ്തലപ്രവൃത്തികൾ 1:8 വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത്? ഹോളി സ്പിരിറ്റ് കംസ് അപ്പോൺ യു. എന്താ ഹോളി സ്പിരിറ്റ് കംസ് അപ്പോൺ യു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും തിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ നമ്മളുടെ മേൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് അങ്ങ് ആകുമ്പോൾ, നമ്മളൊരു വെള്ളച്ചാട്ടത്തിന് അടിയിലാണെങ്കിൽ വെള്ളച്ചാട്ടം വെള്ളം നമ്മളുടെ മേലെ, വാട്ടർ ഈസ് അപ്പോണസ്, ആ സ്വർഗത്തിന്റെ നദി, ആ സ്വർഗത്തിന്റെ കരുണവാപി എന്നൊക്കെ നമ്മൾ പാടി, പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന് നദി എന്നാണ് നമ്മൾ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ആ നദിയുടെ കീഴിലേക്ക് ഞാൻ വരുന്നു. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ഞാൻ കർത്താവിനായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു
നദി എന്നിലേക്ക് വന്ന് നിറയുന്നു. അതാണ് നിങ്ങൾ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ശക്തി, പാപത്തെ ജയിക്കാനുള്ള ശക്തി, പാരമ്പര്യത്തെ ജയിക്കാനുള്ള ശക്തി, മനുഷ്യമാനം തേടാതിരിക്കുന്നതിനുള്ള ശക്തി, പിന്നെന്താ, കർത്താവിന്റെ സാക്ഷിയാകാനുള്ള ശക്തി. അതാ കർത്താവ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. സാക്ഷിയാകാനായിട്ട് കർത്താവ്, യു വിൽ ബി മൈ മാർട്ടിയേഴ്സ്, നിങ്ങൾ എന്റെ സാക്ഷികളാകും, നിങ്ങൾ എന്റെ രക്തസാക്ഷികളാകും എന്ന് പറഞ്ഞാല് അവിടെ ആ സാക്ഷി എന്നുള്ള ആ ഗ്രീക്ക് പദം എന്താന്ന് ചോദിച്ചാല് മാർത്തൂസ് എന്ന് പറഞ്ഞൊരു പദമാ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിറ്റ്നസ് എന്നുള്ള പദം, ആ മാർത്തൂസ് എന്നുള്ള പദത്തിൽ നിന്നാണ് ഗ്രീക്കിൽ മാറ്റ് രക്തസാക്ഷി എന്നുള്ള വന്നിരിക്കുന്നത്. പിന്നെ സാക്ഷികളാകും എന്ന് പറയുമ്പോൾ ഇവിടെ രക്തസാക്ഷികളാകും എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടെ ഉണ്ട്. വിറ്റ്നസ്, മാറ്റ്. ഈ മാർത്തൂസ് എന്നുള്ള വാക്ക് സാക്ഷി എന്നും രക്തസാക്ഷി എന്നും ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മാറ്റിയർ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാർത്തൂസ് എന്നുള്ള പദം 34 തവണ അതില് പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതില് 29 തവണയും വിറ്റ്നസ്, സാക്ഷി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 3 തവണ രക്തസാക്ഷി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 3 തവണ എവിടെയാന്ന് കാണണമെങ്കിൽ ഒന്ന് അപ്പോസ്തലപ്രവൃത്തി 20:20, അത് അപ്പോസ്തലപ്രവൃത്തി 20:20, സോറി 22:20 ആണ്. സോറി, അപ്പോസ്തലപ്രവൃത്തി 22:20 വാക്യത്തില്, മലയാളത്തിലും അങ്ങനെ തന്നെയാണെന്ന് നോക്കണം. KJV-യില് ദ ബ്ലഡ് ഓഫ് യുവർ മാർട്ടിയർ സ്റ്റീഫൻ എന്ന് എഴുതിയേക്കുന്നത്. NASB-യില് വിറ്റ്നസ് എന്ന KJV-യില് മാർട്ടിയർ, അവിടെ രക്തസാക്ഷി എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നും നിന്റെ സാക്ഷിയായ സ്തെഫാനോസിന്റെ, അവിടെ ആ സാക്ഷി എന്നുള്ളത് രക്തസാക്ഷി എന്നാണ് KJV ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. 22:20. പിന്നെ വെളിപാട് പുസ്തകം 2:13. ഞാൻ 3 വാക്യം വായിച്ചു ഇരിക്കുക, അല്ലെങ്കിൽ ഇനി നിർത്താൻ പറ്റാതെ വരും. അതുപോലെ 2:13 അവിടെ ആന്റിപ്പാസ് മൈ വിറ്റ്നസ് എന്ന് പറയുന്നിടത്ത് അവിടെയും KJV ബൈബിളിൽ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസ് എന്നുള്ളത് KJV ബൈബിളിൽ മാർട്ടിയർ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. NASB-യിലും വിറ്റ്നസ് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത KJV ബൈബിളിൽ മാർട്ടിയർ എന്നാണ്. 17-ാം അധ്യായം, വെളിപാട് 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, വെളിപാട് 17-ന്റെ 6-ാമത്തെ വാക്യം. വെളിപാട് 17:6 NASB-യിൽ വിറ്റ്നസ് ആണെന്ന KJV-യിൽ മാർട്ടിയർ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. മലയാളത്തില് യേശുവിന്റെ സാക്ഷികളുടെ രക്തവും, അവിടെ രക്തസാക്ഷികളുടെ എന്നാണ് KJV-യിലെ ട്രാൻസ്ലേഷൻ. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നു ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകാൻ നമുക്ക് തയ്യാറാണ് കർത്താവ്. അങ്ങനെ ഒരു പദവി, ഒരു വലിയ ബഹുമതി കർത്താവ് തരികയാണെങ്കിൽ അതിന് ഞാൻ വില്ലിങ് ആണ് കർത്താവിന് വേണ്ടി. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കത് ആഗ്രഹമില്ലാത്ത കാര്യമാണ് നമ്മുടെ സ്വാഭാവിക ജീവൻ. എന്നാൽ അവിടുത്തെ പരിപൂർണ്ണ ഹിതം അതാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട്, കർത്താവി എന്റെ ജീവനെ, എന്റെ പ്രാണനെ ഞാൻ വിലയുള്ളതായിട്ട് എണ്ണുന്നില്ല എന്നൊക്കെ അപ്പോസ്തലപ്രവൃത്തി 20:24 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിന്റെ വലിയൊരു സമാധാനം, സ്വർഗത്തിന്റെ വലിയൊരു ശക്തി, കർത്താവിന്റെ സാക്ഷിയാകുവാനുള്ള ശക്തി നമ്മളുടെ സ്കൂളില്, കോളേജില്, ഓഫീസില്, നമ്മളുടെ വിശ്വാസികളായ ബന്ധുക്കളുടെ ഇടയിലും നാട്ടിലും ഒക്കെ കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ, കർത്താവിനെ കുറിച്ച് ലജ്ജിക്കാതിരിക്കുവാനാണ് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് തുടർമാനമായിട്ട് അനുഭവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു അനുഭവം. 3 അനുഭവങ്ങളാണ് പരിശുദ്ധാത്മാവ് ജനിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, ബോൺ ഓഫ് ദി സ്പിരിറ്റ്, പ്രാകാരം അല്ലെങ്കിൽ ഔട്ടർ കോർട്ട്, പിന്നെ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്നു. അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഇത്രയും പറഞ്ഞത്. അത് വിശുദ്ധ സ്ഥലം, നമ്മള് എന്താണ് പറഞ്ഞ ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തുന്നു എന്നാ നിരന്തരമായിട്ട് ആ തിരശ്ശീല ചിന്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആണ് നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ സ്ഥലത്ത് തന്നെ ആവുന്നുള്ളൂ. പരിശുദ്ധം നിറയപ്പെടുന്നു, വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ് എന്ന പരിശുദ്ധത്തിൽ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ടും ആ ആൾക്കാരെ തന്നെ നമ്മളായിരിക്കുന്നു. പരിശുദ്ധ പ്രേരണയ്ക്ക് അനുസരിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അധികമായിട്ട് നമ്മൾ, അതാണ് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു തലത്തിലേക്ക്, അത് അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഒരു അവസ്ഥ, മോസ്റ്റ് ഹോളി പ്ലേസ്, ബോൺ ഓഫ് ദി സ്പിരിറ്റ്, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ജനിക്കുന്നു, പരിശുദ്ധാത്മ നിറയപ്പെടുന്നു, പരിശുദ്ധാത്മ നയിക്കപ്പെടുന്നു. ആ ഒരു പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നു, ആ പരിശുദ്ധാത്മാവ് ജനിച്ചു എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം, പരിശുദ്ധാത്മ നിറയപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം.
പിന്നെ നിരന്തരമായിട്ട് പരിശുദ്ധാത്മ നയിക്കപ്പെടുന്നത് വീണ്ടും വീണ്ടും എപ്പോഴും നിറയപ്പെട്ടുകൊണ്ടേയിരിക്കും. എഫീസർ 5 പതിനെട്ടാമത്തെ വാക്യത്തില ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ് കുറച്ചുകൂടെ എക്സാക്ട് ആയിട്ടുള്ള ഗ്രീക്ക് ട്രാൻസ്ലേഷൻ നമ്മൾ വേറുന്നതിനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നിരന്തരമായിട്ട് ആത്മാവിനെ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക്, അതിനായിട്ടൊരു ദാഹം, വിശ്വാസം, കർത്താവിനെ നിറയ്ക്കും, കർത്താവ് എനിക്ക് അതിന്റെ ഒരു ഉറപ്പ് നൽകും. അപ്പൊ ആ പരിശുദ്ധാത്മാന്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ കൂടെ കർത്താവ് തന്നെ നമുക്ക് വരങ്ങളും തരും. ആ വരങ്ങൾക്കായിട്ട് വേണ്ടി വാഞ്ചിക്കും എന്നൊക്കെയുള്ള ആ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മൾ എടുത്തായിരുന്നു. 1 കൊരിന്ത്യർ 14 അധ്യായത്തിലെ ആ വരങ്ങളെ കുറിച്ച്, പ്രവചനവരത്തെ കുറിച്ച്, അതായത് അതിനെ സംസാരിക്കാനുള്ള വരം. പിന്നെ അന്യഭാഷയുടെ വരം. ഞാൻ ഈ അന്യഭാഷ ഇതെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു വരങ്ങൾക്ക് നമ്മൾ എതിരല്ലേ. യഥാർത്ഥത്തിലുള്ള അന്യഭാഷാ വരമൊക്കെ ഇന്നും ഉണ്ട്. എന്നാൽ അതിന് വ്യാജ നാണയങ്ങളാണ് 90% ഇന്ന് ക്രിസ്ത്യ ലോകത്ത് കാണുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. യഥാർത്ഥത്തിലുള്ള വരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് ക്രിസ്ത്യ ലോകത്ത് കാണുന്നതൊക്കെ മിക്കവാറും ഒരു 90% ഒക്കെ വ്യാജ പതിപ്പുകളാണ്. അത് മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള അന്യഭാഷ വരെ അത് സഭയിൽ എല്ലാവരും കൂടെ ഇങ്ങനെ തുള്ളിച്ചാടി പറയാനുള്ളതല്ല, മറിച്ച് വ്യക്തിപരമായിട്ട് കർത്താവിനോട് സംസാരിക്കാനുള്ളതാണ്. സഭയിൽ പറയുവാണെങ്കിൽ അത് ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 12-14 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ക്രിസ്തീയ കോളത്തിന്റെ ആ ഒരു ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലോട്ട് പോയി പെടാതെ യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ മന്ദമാരെ നമ്മളിലേക്ക് വീശാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. അവിടുത്തെ അഗ്നിയാലും ആത്മാവിനാലും കർത്താവ് നമ്മളെ സ്നാനം കഴിപ്പിക്കട്ടെ. ഇത് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും ജനിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതാ. ഇന്ന് ഫ്രഷ് ആയിട്ട്, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിരന്തരമായിട്ടും ഫ്രഷായിട്ട്, പുതുതായിട്ട്, ഒരു പുതുക്കത്തോടെ നമ്മളുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു വരുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന 721 പാട്ട്, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി എൻ്റെ ഹൃദയത്തിലേക്ക് നീ വന്ന് നിറയണമേ എന്നാണ് നമ്മൾ പാടുന്നത്. അതൊരു വലിയൊരു പ്രാർത്ഥനയായിട്ട്, വലിയൊരു ദാഹത്തോടെ അതിലെനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വരികൾ എന്ന് പറഞ്ഞാൽ, വിണ്ടുണങ്ങി, അതിന്റെ 1ാമത്തെ സ്റ്റാൻസിൽ തന്നെ വിണ്ടുണങ്ങി വരണ്ട മാനസം. നമ്മള് ചില വരൾച്ചകളുടെ കാലാവസ്ഥയിലൊക്കെ ചില കണ്ടങ്ങള്, ചില ഫീൽഡ്സ്, പാഡി ഫീൽഡ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അത് വിണ്ട് കീറി അത് അത്രമാത്രം ആ മണ്ണ് വെള്ളത്തിനായിട്ട് ദാഹിക്കുന്നത് പോലെ ഒരു വിണ്ടുണങ്ങി അങ്ങ് വരണ്ട് അതുപോലെ നമ്മള് ഇന്ന് എത്ര ആത്മനിറവുള്ളവരാണെങ്കിലും കർത്താവിന്റെ നിറവിന്റെ മുമ്പാകെ, കർത്താവേ ഞാൻ ആ ഒരു അവസ്ഥയിലാണ്, വിണ്ടുകീറിയിരിക്കുന്ന ആ ഒരു കർത്താവെ അവസ്ഥയിലാണ്. അവിടുത്തെ ആ നിറവ്, കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്റെ ജീവിതത്തിൽ ഇനി എത്രയൊക്കെ നിറവുണ്ടെന്ന് പറഞ്ഞാലും കർത്താവെ ആ പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത ആ വലിയ സമുദ്രം, വലിയ തടാകം, വിണ്ണിന്റെ തടാകം, ആ സ്വർഗത്തിന്റെ വലിയ ആ നിറവ് കാണുമ്പോൾ കർത്താവെ ഞാൻ വീണ്ടുണങ്ങിയ ആത്മാവിൽ ദരിദ്രത്തോടെ കർത്താവെ വീണ്ടുണങ്ങിയ വരണ്ട മാനസം കണ്ട് ആ വിണ്ണിൻ തടാകമായിട്ടുള്ള പരിശുദ്ധാത്മാവ് എന്റെ അന്ധകാര വിരിപ്പെല്ലാം, ആ ജഡത്തിന്റെ അന്ധകാര വിരിപ്പെല്ലാം മാറ്റിടുന്ന ചന്തമേറുന്ന ദീപമാണ്. കേഴും ആത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യ, അവിടെ മോഹന എന്നുള്ള വാക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. മോഹന ദിവ്യ ഗാനമേ, സ്വർഗവാതിൽ തുറന്ന് ഭൂമിയിൽ നിർഗളിക്കുന്ന ആ പ്രകാശം, മന്ദമായിട്ട് വന്ന വീശി ആനന്ദം തരുന്ന പുന്നിളം തെന്നലായിട്ട് ഒരു മന്ദമാരുതനെ പോലെ നമ്മളെ ഇന്ന് തഴുകുവാനായിട്ട്, വലിയൊരു അഗ്നിയായിട്ട് നമ്മളിൽ വന്ന് നിറയുവാനായിട്ട്, നമ്മളെ ദഹിപ്പിക്കുവാനായിട്ട്, വലിയൊരു വെള്ളച്ചാട്ടം പോലെ നമ്മളിൽ വന്ന് നിറയുവാൻ, നമ്മളെ വന്ന് നിമജ്ജനം ചെയ്യുവാൻ, നമ്മളെ സ്നാനം കഴിപ്പിക്കുവാൻ, കുളിപ്പിക്കുവാൻ, നമ്മളതിൽ തന്നെ അങ്ങ് ഇമേഴ്സ് ചെയ്യുവാന് പരിശുദ്ധാത്മാവിന് കഴിയും. ഇന്ന് നമ്മളിവിടെ നമ്മള് ദൈവമുമ്പാകെ നിന്ന് ഇത് പാടുമ്പോൾ ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ ഒരു ഉറപ്പില്ലാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ സമ്പൂർണമായിട്ടും, ഹൃദയത്തിന്റെ എല്ലാ മേഖലകളെയും, ആത്മാവിനെയും ദേഹത്തെ എല്ലാം, ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവേ എനിക്കുള്ളതെല്ലാം അങ്ങ് പ്രത്യേകമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എനിക്കുള്ളത് എന്റെ വസ്തുവകളാവട്ടെ, എന്റെ കുട്ടികളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മാതാപിതാക്കളാവട്ടെ, ബന്ധുമിത്രാദികളാവട്ടെ, എനിക്ക് എന്റെ ഉള്ള വസ്തുവകളോ എല്ലാം കർത്താവേ എല്ലാം ഞാൻ യാഗപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞാൻ ദാഹത്തോടെ കർത്താവേ ആയിരിക്കുന്നു. എന്നെ ഫ്രഷായിട്ട് അവിടുന്ന് നിറയ്ക്കണമേ. ഇതൊരു വൃതമായിട്ടുള്ള ഒരു പാട്ടായിട്ട് വെറുതെ എല്ലാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു മീറ്റിംഗ് ആയിട്ട് കടന്നു പോകാനല്ല, മറിച്ച്
കർത്താവ് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതിലും ഒരു വലിയൊരു നിറവ്, നമ്മള് ഒരുപക്ഷെ പരിശുദ്ധാത്മക നിറവ് അനുഭവിച്ചിട്ടുള്ള സഹോദരങ്ങളും ഉണ്ട്. എന്നാ കർത്താവെ അധികമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു നിറവ്, ഫ്രഷ് ആയിട്ട് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള അധികമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എന്നിൽ വെളിപ്പെടണം. എന്നിൽ വന്ന് ആ വലിയ ശക്തി വന്ന് നിറയുന്ന ഒരു അനുഭവം, എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ആ ജഡമാകുന്ന തിരശ്ശീല ഞാൻ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ ആ വചനമാകുന്ന വാള് വന്ന് എന്നെ കീറുമ്പോൾ, എന്റെ ജഡത്തെ കീറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആ വാളിൽ നിന്ന് എൻ്റെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് ആ സ്വർഗത്തിന്റെ അഗ്നി, സ്വർഗത്തിന്റെ വലിയ വെള്ളച്ചാട്ടം എന്റെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് കവിഞ്ഞ് എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് പറയുന്നത് പോലെ എന്റെ ആത്മാവിൽ നിന്ന് നിറഞ്ഞ് എന്റെ ദേഹിയിലൂടെ, എന്റെ ദേഹത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെയും നമ്മളുടെ നോട്ടത്തിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെ എല്ലാം അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം. അത് വലിയൊരു, അത് നമ്മളിലെ മരണവും മറ്റുള്ളവരിലെ ജീവനും എന്ന് നമ്മൾ കേട്ടതുപോലെ നമ്മളുടെ ആ മരണത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ജീവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകി നമ്മളുടെ വീട്ടില് അത് യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളവും നമ്മൾ യെരുശലേമിലും യഹൂദയിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നമ്മൾ ആയിരിക്കുന്നിടത്ത്, നമ്മളുടെ ചുറ്റുപാടും, നമ്മളുടെ അയൽവക്കം, ദൈവം എവിടെയൊക്കെ ഭൂമിയുടെ ഏതൊക്കെ അറ്റത്തിലേക്ക് നമ്മളിൽ നിന്നുള്ള ഒഴുകുന്ന ജീവൻ, ഏതൊക്കെ അറ്റത്തിലുള്ളവർക്ക് ഉത്സാഹമാകുവാൻ ജീവനാകാൻ ആഗ്രഹിക്കുന്നു, അവിടേക്കെല്ലാം ഇത്തക്കവണ്ണം കർത്താവെ ഞാൻ ഇതിനെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ കർത്തൃത്വം യേശുവിനെ തന്നെ, ശാവി കർത്താവിനെ തന്നെ കൊടുത്തുകൊണ്ട് ദാഹത്തോടെ, വലിയ ദാഹത്തോടെ, വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ നോക്കുന്ന പാടാം. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയിനുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയിനുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കീഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവി വീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയിനുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവി വീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയിനുള്ളിൽ പരിശുദ്ധാത്മാവി നീഴുന്നള്ളി
വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടത്തേക്ക് മാത്രമേ എന്നെ യഥാർത്ഥമായിട്ട് നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ ആത്മാവിലേക്ക് കർത്താവേ, അവിടുത്തെ ജീവജലത്തിന് നദികള് നിറഞ്ഞൊഴുകട്ടെ. ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ടും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ, കർത്താവേ, സ്വന്തം ഹിതത്തെ, ജലത്തെ സമ്പൂർണമായിട്ടും സമർപ്പിക്കുന്നു. ദേഹം ആത്മാവിനെ അങ്ങ് പ്രത്യേകമായിട്ട് കർത്താവെ സമർപ്പിക്കും. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളും യൗവനക്കാരും ഉൾപ്പെടെ എല്ലാവർക്കും കർത്താവെ, അവിടുത്തെ ആത്മാവ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ ദൈവസ്നേഹം ഞങ്ങളിൽ വന്ന് നിറച്ച് അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചതായിട്ടുള്ളൊരു ഉറപ്പ് കർത്താവെ ഞങ്ങൾക്ക് അത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഞങ്ങളിൽ നിന്ന് നിറഞ്ഞൊരു ഉറപ്പ് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും അതേ കർത്താവെ, ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ദേഹി ആത്മാവിനെ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അവിടെ നിന്ന് നിറച്ചാലല്ലാതെ ഞങ്ങള് പോവുകയില്ലെന്നുള്ള ആ ഒരു കർത്താവെ, ആ ഒരു നിർബന്ധ ബുദ്ധിയോടെ കർത്താവെ ഞങ്ങളങ്ങേ പറ്റിപ്പിടിക്കട്ടെ. കർത്താവെ, ക്ലിങ് ഓൺ ടു യു. യാക്കോബ് പറഞ്ഞതുപോലെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങ് വിട്ടുപോവുകയില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നിറച്ചാലല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോവുകയില്ല. ആ ഒരു ദാഹത്തോടെ കർത്താവെ അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കുന്നു. അവിടുത്തെ ആത്മാവിനാല് ഞങ്ങൾ ഓരോരുത്തരെ അങ്ങ് നിറയ്ക്കണം. അവിടുത്തെ ശക്തിയാലും നിറയ്ക്കണം, അവിടുത്തെ സ്നേഹത്താലും നിറയ്ക്കണം. കർത്താവെ, അവിടുന്ന് നിറച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ. നന്ദി. വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങൾ അവിടുത്തെ ആത്മാവിനെ അധികമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും. നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു. നന്ദി കർത്താവെ, നന്ദി. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. പ്രൈസ് യു ഫാദർ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു കർത്താവെ. ഞങ്ങളുടെ എന്തെങ്കിലും ഒരു വികാര തളപ്പിനും ഉപരിയായിട്ട് ആത്മാവിന്റെ ആഴങ്ങളിൽ കർത്താവെ അവിടുത്തെ അവരുടെ നിറവിന്റെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. കർത്താവെ, അതിനായിട്ടുള്ള ഒരു ഉറപ്പിനായിട്ടുള്ളൊരു കർത്താവെ വാഞ്ച ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. കർത്താവെ, കർത്താവ് ആർക്കെങ്കിലും അതിനുള്ളൊരു ഉറപ്പില്ലെങ്കിൽ അവരെ കർത്താവെ വ്യക്തിപരമായിട്ട് അങ്ങോട്ട് അടുത്ത് വന്ന കർത്താവെ അവരുടെ കർത്താവെ ഇന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കർത്താവെ വീണ്ടും കർത്താവെ വില എണ്ണി ടു കൗണ്ട് ദ കോസ്റ്റ് എല്ലാം സമർപ്പിച്ച് അവിടുത്തെ ആത്മാവിനെ നിറയപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പ് പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും അതിനായിട്ടുള്ള ഒരു കർത്താവെ ഒരു നിർബന്ധ ബുദ്ധി, അതിനായിട്ടുള്ള ഒരു അവിടുത്തെ ആത്മാവിന്റെ നിറവിന്റെ ഉറപ്പില്ലാതെ ഉള്ളൊരു ജീവിതം ഞങ്ങൾക്ക് ഇനി വേണ്ട. കർത്താവെ, അവിടുത്തെ ആത്മാവിന്റെ നിറവിന്റെ ഉറപ്പ്, ആത്മനിറവിന്റെ ഉറപ്പ് പ്രാപിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ അങ്ങേ അവിടുത്തെ മുമ്പാകെ ജാഗരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഞങ്ങളെ ഉണർത്തിയാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഉണർവെല്ലാം മറിച്ച് കർത്താവെ വർത്തമാനമായിട്ടുള്ള ഒരു ഉണർവിന്റെ ആത്മാവിനാല് ഞങ്ങളെ നിറച്ചാട്ടെ. കർത്താവെ, നിരന്തരമായിട്ടും ആ യാഗപീഠത്തിൽ തന്നെ കർത്താവെ പൂജ്യമായിട്ട് സീറോവായിട്ട് എപ്പോഴും കർത്താവെ തുടരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. നിരന്തരമായിട്ട് ആത്മാവിനെ നിറയപ്പെട്ടവരായിട്ട് ആത്മാവിനെ നയിക്കപ്പെടുന്നവരായിട്ട് കർത്താവെ നീന്തിയിട്ടില്ലാതെ കിടക്കാൻ പറ്റാത്ത ഒരു നിറവ് ഞങ്ങൾക്ക് വേണം. ജീവിതത്തിന് നദികൾ ഒഴുകണം. ഒരു നദിയല്ല കർത്താവെ, അനേക നദികൾ ഒഴുകാൻ തക്കവണ്ണം ഞങ്ങളുടെ അസ്വഹിതമാകുന്ന പാറ കർത്താവെ ക്രിസ്തു ആ യുഗങ്ങളുടെ പാറ ക്രൂസിൽ പിളർക്കപ്പെട്ടതുപോലെ കർത്താവെ ഞങ്ങളും പിളർക്കപ്പെടട്ടെ. കർത്താവെ, അവിടുത്തെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവെ ഞങ്ങളുടെ സ്വഹിതത്തിന്റെ പാറയെല്ലാം പിളർക്കപ്പെട്ട് ആ മൺപാത്രമെല്ലാം ഉടഞ്ഞ് അതിന്റെ ജീവൻ നിറഞ്ഞു കവിഞ്ഞ് കർത്താവെ അത് അനേകർക്ക് വെളിച്ചമായി തീരട്ടെ. ഞങ്ങള് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഏതൊരു അളവില്ലാത്ത അളവില് ഞങ്ങളെ നിറയ്ക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു അളവിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ അവിടെ ചെയ്ത കർത്താവെ, ദോഷികളായ പിതാക്കന്മാർ നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിലും സ്വർഗസ്നായ പിതാവ് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി കർത്താവെ, നന്ദി. ആത്മാവിനെ ഞങ്ങൾ അധികമായിട്ട് നിറയ്ക്കണം. ഞങ്ങൾക്ക് കർത്താവെ ആ പരിശുദ്ധാത്മാവിന്റെ ഫലം കർത്താവെ ആ സ്നേഹവും സന്തോഷവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വാസവും വിശ്വസ്തതയും വിജയവും എല്ലാം സൗമ്യതയും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകട്ടെ. കർത്താവെ, അവിടുന്ന് എന്തെല്ലാം വരങ്ങള് കർത്താവെ സഭയെ പണിയേണ്ടതിനായിട്ട് എന്തെല്ലാം വരങ്ങള് ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതെല്ലാം കർത്താവെ അധികമായിട്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും.
സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ ഞങ്ങളെ സഭയെയും വലിയ ഉണർവിനാൽ ഉണർത്തിയാട്ടെ. കർത്താവെ ഞങ്ങള് വലിയൊരു സൈന്യമായിട്ട് ആ യേശുക്കൾ പ്രവാചകൻ കണ്ടതുപോലെ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിലെ കർത്താവെ ആ അസ്ഥികളോട് പ്രവചിച്ചു, ദൈവവചനം പറഞ്ഞു. ആ അസ്ഥികളെല്ലാം അസ്ഥിയോട് ചേർന്ന് ഞരമ്പും മാംസവും എല്ലാം വെച്ച് വന്നു എന്ന വീണ്ടും കാറ്റിനോട് പ്രവചിച്ചു. അത് കർത്താവെ അവിടെ ശ്വാസം വന്നു. അത് വലിയൊരു സൈന്യമായിട്ട് ആ അസ്ഥികളെല്ലാം ഒരു വലിയൊരു സൈന്യമായിട്ട് അവിടെ നിന്ന് ഉയർത്തു നിന്നതുപോലെ കർത്താവെ ഞങ്ങൾക്ക് വചനത്തിലൂടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില ക്രമങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നു എന്ന കർത്താവെ ആ വചനത്തിലൂടെ ആ പരിശുദ്ധാത്മാവിന് വലിയൊരു കാറ്റ് ഞങ്ങളിലേക്ക് വന്ന് വീശുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ ഞങ്ങൾ ഒരു വലിയ സൈന്യമായിട്ട് അങ്ങക്ക് വേണ്ടി നിൽക്കുമല്ലോ. ഞങ്ങൾ ഈ കായംകുളത്ത് ചേർച്ച് കർത്താവെ ഒരു വലിയ സൈന്യമായിട്ട് കർത്താവെ അവിടത്തേക്ക് വേണ്ടി നിൽക്കുവാൻ, അവിടത്തേക്ക് വേണ്ടി പടപൊരുത്തുവാൻ ഞങ്ങളെ സഹായിച്ചായിട്ട്, ശക്തിപ്പെടുത്തിയായിട്ട്, വലിയ കാര്യങ്ങൾ ചെയ്തായിട്ട് കർത്താവെ നന്ദി. കർത്താവെ നന്ദി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുവാൻ കർത്താവെ അവിടത്തേക്ക് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം ഞാൻ കർത്താവെ ഒരു തടസ്സമായിട്ടായി പോവുകയും ഞങ്ങൾ പ്രാർത്ഥിച്ചു. സഹായിച്ചാട്ടെ, അവിടെ സർവ്വസ്വാതന്ത്ര്യത്തോടെ ഞങ്ങളൊന്ന് നിറഞ്ഞാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായിട്ട്, ഞങ്ങളെ നിറച്ചതിനായിട്ട്, സ്നാനപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ നീ സ്തുതിക്കുന്നു. അവിടുത്തെ അഗ്നിയാലും ആത്മാവിനാലും ഞങ്ങളെ നിറച്ചതിനായിട്ട്, സ്നാനപ്പെടുത്തിയതിനായിട്ട്, അഭിഷേകം ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്തു. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാ യേശുവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ. ആമേൻ.